നെന്മാറ ഇരട്ടക്കൊല നടത്തിയത് ജാമ്യ ഇളവ് നേടി പുറത്തിറങ്ങിയ പ്രതിയാണ്. ചേന്നമംഗലത്ത് 3 പേരെ വീട്ടിൽ കയറി വെട്ടിയ പ്രതിക്കെതിരെ പോലീസിൽ നിരന്തരം പരാതികൾ എത്തിയിരുന്നു. ചോറ്റാനിക്കരയിലെ പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ യുവാവ് 3 കേസുകളിൽ പ്രതിയാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ നിയമവ്യവസ്ഥയ്ക്കു കീഴിൽ ജീവന് വെല്ലുവിളി ഉയർത്തി കറങ്ങി നടക്കുന്നതിനിടയിൽ ശിക്ഷ കിട്ടി ജയിലിൽ പോയവരെ ഇളവ് നൽകി ഇറക്കിക്കൊണ്ടുവരാൻ തിടുക്കമാർക്കാണ്. കാരണവർ വധക്കേസ് പ്രതി ഷെറിന് പുറത്തേക്ക് വഴിയൊരുക്കുന്നത് മന്ത്രിസഭയിലെ ഉന്നതൻ എന്നാണ് പ്രതിപക്ഷ ആരോപണം. ആരാണ് ആ ഉന്നതൻ? എന്തിനാണ് ആ തിടുക്കം? സൂപ്പർ പ്രൈം ടൈം ഈ വിഷയമാണ് ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ: കോൺഗ്രസിൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, CPM-ൽ നിന്ന് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അഡ്വക്കേറ്റ് ബൈജു നോയൽ അഭിഭാഷകൻ, ശ്രീ അനിൽ ഓണംപള്ളി കേസിലെ 1ാം സാക്ഷി. ശ്രീ അനിൽ ഓണംപള്ളി, ഷെറിൻ പുറത്തേക്ക് വരാനുള്ള വഴി ഒരുങ്ങുകയാണ്. എന്തുകൊണ്ടാണ്? നമുക്കറിയാവുന്നതാണ്, നാട് മുഴുവൻ ഞെട്ടിയ ഒരു ക്രൂരകൃത്യമാണ്. അച്ഛനെ പോലെ കാണേണ്ട മനുഷ്യനെ വാടക കൊലയാളികളുടായ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി ഇല്ലായ്മ ചെയ്തു എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള പശ്ചാത്തലം എല്ലാം അറിയുന്നതാണ്. ഷെറിൻ പുറത്തേക്ക് വരുന്നത് ബന്ധുക്കൾ എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ ഒരു വീട്ടുകാരൻ നഷ്ടപ്പെട്ട ആ വേദന ഇന്നും മനസ്സിൽ നിൽക്കുക. ഇതുപോലൊരു അരുംകൊല, ചെങ്ങന്നൂർ മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും ഞെട്ടിക്കുന്ന, സംസ്ഥാനത്ത് മൊത്തം ഞെട്ടിക്കുന്ന ഒരു അരുംകൊല. സ്വന്തം മരുമകൾ വാടക കൊലയാളിയെ കണ്ടെത്തി അദ്ദേഹത്തിനെ രാത്രിയിൽ അടുക്കള വാതിൽ തുറന്ന് ഇട്ട് പ്രതികളെ അകത്ത് കയറ്റി എല്ലാവിധ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ഈ അരുംകൊല ചെയ്തത്. സാധാരണ ഒരു മനുഷ്യൻ്റെ ആരോഗ്യവും ശരീരപ്രകൃതി അനുസരിച്ച് ആ കാരണവരെ അങ്ങനെ കൊല്ലാൻ ഒക്കത്തില്ല. കാരണം അതിൻ്റെ 6.5 അടി മേളിൽ ഉയർന്ന നീളവും അതിനൊത്ത ശരീരവും ഉള്ള ഒരാളിനെ അദ്ദേഹത്തിനെ രാത്രി വെള്ളത്തിൽ മയക്കി കൊടുക്കുകയും അതിനുശേഷം അദ്ദേഹത്തിനെ ഈ 3 പ്രതികളും കൂടി കൊല്ലുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിനെ കൊല ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും വലിയ ദാരുണമായ ഒരു കാര്യം, അദ്ദേഹം 2 ജർമ്മൻ ഷിപ്പ്യാർഡ് നായയെ വളർത്തിയിരുന്നു. ആ നായ്ക്കളെപ്പോലും മയക്കിയിട്ട്, കാരണം സാധാരണ ആ പ്രദേശത്തൊരു കരിയില അനങ്ങിയാൽ നായ്ക്കൾ കുരയ്ക്കുമെന്നാണ് അയൽവക്കക്കാർ. ഞാനൊരു 500 മീറ്റർ മാറിയാണ് താമസിക്കുന്നതെങ്കിലും എനിക്കും അറിയാം. ഞാൻ പോലും വീട്ടുകാരനെ ചെല്ലുമ്പം അത് കുരച്ചിക്കും. അപ്പോൾ അത്രയ്ക്ക് ശബ്ദമുണ്ടാക്കുന്ന നായ്ക്കളെ പോലും മയക്കി കിടത്തി ഇത്രയും ഈ കാരണവരെ കൊല്ലുന്നതിന് 2 ദിവസം മുമ്പ് ഇങ്ങനൊരു പ്ലാൻ ചെയ്തിരുന്നു. അന്ന് നാട്ടിലെ ചെറുപ്പക്കാർ, ആ കാരണവരുടെ നേരെ വീടിൻ്റെ മുൻപിൽ സാംസ്കാരിക നിലയമാണ്. അവിടെ ഒരു വൈകുന്നേരം സമയം ചെലവാക്കാൻ നേരം പോക്കിനായിട്ടിരിക്കുന്ന ഒരു 5-8 ചെറുപ്പക്കാർ അവിടെ ഇരുന്നത് കാരണം ഈ വണ്ടി വന്നു. അവർക്കൊരു സംശയം, ഈ വണ്ടി പതിവില്ലാത്ത ഇവിടുത്തെ രജിസ്ട്രേഷൻ അല്ല. അങ്ങനെ വന്ന് അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് വന്നാണ് ഈ അരുംകൊല ചെയ്തത്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈ മരുമകളെ, ഒരു സാധുവായ ഒരു പെൺകുട്ടിയെ, മകൻ്റെ സംരക്ഷണവും മകനും കാരണവർ അമേരിക്കയിൽ നിന്ന് വന്ന് സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിൻ്റെ സഹപാഠികളും നാട്ടുകാരും വീട്ടുകാരുമായിട്ടൊക്കെ അമേരിക്കയിൽ പോകുന്നവരാരും അവിടെ ഒരു 90% അവിടെ സിറ്റിസൺ എടുത്ത് അവിടെ താമസിക്കുക. തൻ്റെ ജീവിതത്തിലൊരു സന്തോഷം തൻ്റെ നാടുമായിട്ട് ബന്ധപ്പെട്ട് തൻ്റെ കുടുംബക്കാരുമായിട്ടും നാട്ടുകാരും കൂടെ പഠിച്ചവരും അങ്ങനെ നാടുമായിട്ടൊരു ബന്ധം ആയിക്കോട്ടെ എന്ന് വെച്ചാണ് ഈ കാരണവർ സ്ഥലത്തെത്തി ഒരു വീട് വെച്ച് താമസിക്കുന്നത്. കാരണം സാധാരണ അവധിക്കൊക്കെ വരുമ്പോൾ സ്വന്തം സഹോദരിയുടെ വീട് 250 മീറ്റർ മാറിയാണ് സഹോദരി. അതാണ് കുടുംബം. കളീക്കൽ എന്നാണ് കുടുംബത്തിൻ്റെ പേര്. അങ്ങനെ കുടുംബത്തിൽ വന്ന് താമസിക്കുന്നു. അപ്പോൾ കുടുംബത്തിൽ കാലാകാലങ്ങളിൽ ആൾക്കാരെല്ലാം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വരുമ്പം എല്ലാ വർഷവും ലീവിന് വരുമ്പം സഹോദരിയുടെ വീട്ടിലായിരുന്നു താമസം. അതിന് ശേഷമാണ് ഈ വീട് വെക്കുന്നത്. അങ്ങനെ വീട് വെച്ചു. അതിനുശേഷം മോള് കല്യാണം കഴിച്ചു, മൂത്ത മോൻ വിവാഹം കഴിച്ചു. ഇളയ മോഹനും ഒരു കുടുംബജീവിതമായിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ പത്തനാപുരത്തു നിന്ന് ഷെറിനെ എല്ലാ നിയമപ്രകാരവും സഭ അറിഞ്ഞുകൊണ്ട് സഭക്കാരും എല്ലാവരും നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടി അങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഷെറിൻ ഇത്ര കൊടും ക്രൂരത
ചെയ്തത്. നായ്ക്കളെ മയക്കി കിടത്തി വീടിന്റെ പിൻവാതിൽ തുറന്നു കൊടുത്തു. ഈ പറയുന്ന ആരോഗ്യവാനായ മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട് നേരത്തെ മയക്കുമരുന്ന് കൊടുത്തു. ഇങ്ങനെ കൊല ചെയ്തത് ഈ വാടക കൊലയാളികളാണെങ്കിലും അതിനുള്ള എല്ലാ പശ്ചാത്തലവും ഒരുക്കി കൊടുത്തു എന്നുള്ളതൊക്കെയാണ് കോടതിയിൽ അന്ന് ഇത്രയും 3 ജീവപര്യന്തം അടക്കമുള്ള ശിക്ഷയ്ക്ക് കാരണമാകാൻ ഇടയാവുകയും ചെയ്തത്. ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ അനിൽ ഓണംപള്ളി, ശ്രീ ജ്യോതികുമാർ ചമക്കാല, ഈ കേസിന്റെ കേരളം കേട്ടു ഞെട്ടിയതും പിന്നീട് ഏറെക്കുറെ മറന്നതുമായ ഒരു കഥയാണ് ശ്രീ അനിൽ ഓണംപള്ളി പറഞ്ഞു വെച്ചത്. പക്ഷെ ഇപ്പോഴുണ്ടാകുന്നത് ഇത്രയും ദാരുണമായ ഒരു കൊലപാതകം നടത്തിയ കൊലപാതകത്തിന് പുറത്തേക്ക് വരുന്നു എന്നുള്ള കാര്യമോ അതിന്റെ ഒരു ഭയമോ മാത്രമല്ല, ഇതിലൊരു ഇടപെടൽ ഉണ്ടായി എന്ന് പ്രതിപക്ഷം ആരോപിക്കുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു കത്ത് നൽകുകയാണ്, ശുപാർശ തള്ളണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് ഗവർണറുടെ വിവേചനാധികാരമാണ്, മന്ത്രിസഭ തീരുമാനമെടുത്താൽ പോലും. അപ്പോൾ അങ്ങനെ ഇടപെടുമ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇതിലൊരു രാഷ്ട്രീയ ഇടപെടലാണ്. മന്ത്രിസഭയിലെ ഉന്നതൻ എന്ന് പ്രതിപക്ഷ നേതാവ് ഈ കത്തിൽ പറയുന്നുണ്ട്. അങ്ങ് വളരെ പരസ്യമായത് KB ഗണേഷ് കുമാറിന്റെ ഇടപെടലാണ് എന്ന് പറയുന്നു. ഇത്തരം ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് മുന്നിലുള്ള തെളിവുകൾ എന്തൊക്കെയാണ്? മധു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇപ്പോൾ ശ്രീ അനിലാണെന്ന് ഞാൻ കരുതുന്നു, അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. വളരെ വിവാദമായ ഒരു കൊലപാതകം, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു കൊലപാതകം. ആ കൊലപാതകം നടന്നതിന് ശേഷം അവർ ഉൾപ്പെടെ മറ്റ് പ്രതികൾ അറസ്റ്റിലാകുന്നു. അവരെ പിന്നീട് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നു. ജീവപര്യന്തം തടവിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ പോലും ജയിലുകളിൽ പല ജയിലുകളിലേക്ക് അവരെ മാറ്റേണ്ടി വരുന്നു. ആ മാറ്റേണ്ടി വരുന്ന സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ, ജയിലിലെ സഹതടവുകാരോടും അതുപോലെ തന്നെ ജയിൽ ഉദ്യോഗസ്ഥരോടും മോശമായി പെരുമാറുന്നു. അതിൻ്റെ പേരിൽ അവരെ പല ജയിലുകളിലേക്കും മാറ്റി താമസിപ്പിക്കേണ്ടി വരുന്നു. അങ്ങനെ ഉള്ള ഒരു വ്യക്തി, ഒരു കൊലയാളി, കുറ്റം തെളിഞ്ഞ് നമുക്കറിയാം, കീഴ്ക്കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ കോടതിയുടെ വിധിയുണ്ടായി. അതിനുശേഷം ഉപരിക്കോടതികളിലെല്ലാം പോയി അവരുടെ അപ്പീലെല്ലാം തള്ളിയതിന് ശേഷമാണ് അവരിപ്പോൾ കഴിഞ്ഞ 14 വർഷമായിട്ട് ജയിലിലുള്ളത്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഇത്തരത്തിൽ റെമിഷൻ കൊടുക്കുമ്പോൾ, അഥവാ അവരെ ജയിലിൽ നിന്ന് വിട്ടയക്കുമ്പോൾ, ആ വിട്ടയക്കുന്നതിന് അടിസ്ഥാനപരമായി ചില നടപടിക്രമങ്ങൾ ഈ സംസ്ഥാനത്തുണ്ട്. ആ നടപടിക്രമങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ജയിൽ അഡ്വൈസറി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ്. ഇവിടെയും ജയിൽ അഡ്വൈസറി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ കിട്ടിയിട്ടുണ്ട്. ആ ജയിൽ നമുക്കറിയാം, ഇപ്പോൾ ജാമ്യം കൊടുക്കണമെങ്കിൽ, പരോൾ കൊടുക്കണമെങ്കിൽ പോലും ഒരാൾ പ്രതിയായി കഴിഞ്ഞാൽ, അവരെ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അവർ ജയിലിലായി കഴിഞ്ഞാൽ, അവർക്ക് പരോൾ ലഭിക്കണമെങ്കിൽ, ആദ്യ പരോൾ ലഭിക്കണമെങ്കിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് ആ മൊത്തം ശിക്ഷാ കാലയളവിൻ്റെ 1/3, 1/3 അനുഭവിക്കണം. അല്ലെങ്കിൽ തുടർച്ചയായി 2 വർഷം ജയിലിൽ കഴിയണം. ഏതാണോ ആദ്യം എത്തുന്നത് ആ പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പരോൾ പോലും ലഭിക്കുകയുള്ളൂ. ഇവിടെ ഇവരെ സംബന്ധിച്ച് ജീവപര്യന്തം തടവായതുകൊണ്ട് തന്നെ 2 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പരോൾ ലഭിക്കുക. ആ പരോൾ ലഭിക്കുമ്പോൾ പോലും പരമാവധി 1 വർഷം കൊടുക്കാവുന്ന അവധി, പരോളെന്ന് നമ്മൾ പറയുമെങ്കിലും അവധി എന്നാണ് ജയിലിൻ്റെ ഭാഷയിൽ പറയുന്നത്, അവധി കൊടുക്കാൻ കഴിയുന്നത് 60 ദിവസമാണ്. അങ്ങനെ 60 ദിവസത്തെ അവധി കൊടുക്കുമ്പോൾ അത് 15ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടോ അല്ലെങ്കിൽ 30ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടോ കൊടുക്കാം. ഓരോ മാസം വീതം 2 പ്രാവശ്യം എടുക്കാം, അല്ലെങ്കിൽ 15 ദിവസം വീതം 4 പ്രാവശ്യം എടുക്കാം, അല്ലെങ്കിൽ 2 ദിവസം 15 ദിവസവും 1 മാസവും എടുക്കാം. അങ്ങനെ അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് അവർക്ക് ഇത്തരത്തിൽ പരോൾ ലഭിക്കും. ആ പരോളിനപ്പുറത്തേക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക വിശേഷങ്ങളോ അത്യാഹിതങ്ങളോ എന്തെങ്കിലും ഉണ്ടായാൽ അവർക്ക് സ്പെഷ്യൽ ലീവ് ലഭിക്കാനുള്ള അവകാശമുണ്ട്. ഇവിടെ ക്രമവിരുദ്ധമായി അവർക്ക് ഒരുപാട് പരോൾ ലഭിച്ചിട്ടുണ്ട്. ഇവർ ജയിലിൽ കിടന്നപ്പോഴെല്ലാം ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ അവരുടെ കൃത്യമായി ഇടപെടാത്തതിൻ്റെ പേരിൽ, അഥവാ ജീവനക്കാരോടും സഹതടവുകാരും മോശമായി പെരുമാറിയതിൻ്റെ പേരിലുള്ള വാർത്തകളുണ്ട്, അഥവാ റിപ്പോർട്ടുകളുണ്ട്. ഇതൊക്കെ ഇരിക്കെ ഇവരെ സംബന്ധിച്ച് അവർക്ക് 14 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ, 14 ദിവസം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ധൃതി പിടിച്ചുകൊണ്ട് ഡിസംബർ മാസം അവരുടെ അപേക്ഷ ജയിൽ അഡ്വൈസറി കമ്മിറ്റി പരിഗണിക്കുന്നു. അവർക്ക് അവരെ റിലീസ് ചെയ്യാൻ അനുവദിക്കുന്നു. അത് ക്യാബിനറ്റിലേക്ക് വരുന്നു. ക്യാബിനറ്റ് അതിന് അപ്രൂവൽ കൊടുക്കുന്നു. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം, ഇത്തരത്തിൽ ജയിൽ അഡ്വൈസറി കമ്മിറ്റിയിലെ അംഗങ്ങളൊക്കെ പറയുന്നത് അവർക്ക് മനസ്സാന്തരം സംഭവിച്ചു എന്നൊക്കെയാണ്. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ ജയിൽ അഡ്വൈസറി കമ്മിറ്റി തന്നെ നിരവധി തവണ നിരവധി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള നിരവധിയായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ, 25 വർഷം കഴിഞ്ഞവരും 20 വർഷം കഴിഞ്ഞവരുമായ നിരവധി ആൾക്കാരെ, 100 കണക്കിന് ആളുകളെ റിലീസ് ചെയ്യണം. രോഗികളായിട്ടുള്ളവർ, മറ്റു മാർഗങ്ങളില്ലാത്തവർ, അവരെയൊക്കെ അടിയന്തരമായി റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ ഇത്തരത്തിൽ ജയിൽ അഡ്വൈസറി കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. അവരെ ആരെയും പരിഗണിക്കാതെ നേരെ അടിയന്തരമായി കൊടുത്ത പരാതി അടിയന്തരമായി തന്നെ പരിഹരിച്ച് ജയിൽ അഡ്വൈസറി കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നു. അത് ക്യാബിനറ്റിൽ വരുന്നു. ക്യാബിനറ്റ് അത് അപ്രൂവ് ചെയ്യുന്നു. അതിന് തുടർ നടപടി സ്വീകരിച്ച് ഇനിയിപ്പോൾ ഗവർണർക്ക് പോകാനുണ്ട്, ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ധൃതി എന്തുകൊണ്ടുണ്ടായി?
ഇവർക്ക് മാത്രമായി എങ്ങനെ ഇത് ലഭിച്ചു, ഇവർക്ക് എന്തെല്ലാം തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ട്, ഇവരെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെയുള്ള ഈ ആരോപണങ്ങൾക്ക് കാരണമാകുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ട് കെ ബി ഗണേഷ് കുമാർ? ഞാനതാ പറഞ്ഞത്, ഞാനത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കെ ബി ഗണേഷ് കുമാറിൻ്റെ പേര് പൊതുസമൂഹത്തിൽ പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഈ സമയത്ത് കൃത്യം 48 മണിക്കൂർ പിന്നിടുകയാണ്. അദ്ദേഹം ഒന്ന് പ്രതികരിക്കണ്ടേ? സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രിയെക്കുറിച്ച് അദ്ദേഹം ഇതിൽ ഇടപെട്ടു എന്ന് ഞാൻ ഉത്തരവാദിത്വപരമായി തന്നെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് അദ്ദേഹം അതിനോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല? ഞാൻ അതിന് ഉപോത്ബലകമായി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് വളരെ കൃത്യമായി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സന്തോഷ സഹചാരിയായ പ്രദീപ്, കോട്ടാത്തല പ്രദീപിനെ കുറിച്ച് ഞാനും അതും തന്നെ ഒത്തിരി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. കാസർഗോഡ് പിന്നെ ഒരു വിവാദമായ സിനിമാ നടിയെ ആക്രമിച്ച കേസിലെ ഒരു ആ സാക്ഷിയെ സ്വാധീനിക്കാൻ പോയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതും റെയ്ഡ് നടത്തിയതും മന്ത്രിയുടെ ഓഫീസ് റെയ്ഡ് നടത്തിയതും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് കേസുകളിൽ ജയിലിൽ പർദ്ദ ധരിച്ചുകൊണ്ട് വേഷം മാറിപ്പോയി പോയ കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുപ്രസിദ്ധനായ പ്രദീപ്, കോട്ടാത്തല പ്രദീപ് എന്ന് പറയുന്ന ആൾ ഇവരെന്നൊക്കെ പരോളിൽ ഇറങ്ങിയിട്ടുണ്ടോ, ഈ പരോളിൽ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തൊരു 1-2 കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് അനുസരിച്ച് ഇവർ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടതുണ്ട്. ആ പോലീസ് സ്റ്റേഷനിൽ കൺസേൺ പോലീസ് സ്റ്റേഷനിൽ അവരുടെ പിന്നെ എവിടെയാണോ അവരുടെ അഡ്രസ്സ് ഉള്ളത് അതിൻ്റെ പരിധി വരുന്ന പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടതുണ്ട്. ഇവരുടെ അഡ്രസ്സ് പത്തനാപുരത്ത് പാതിരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ പത്തനാപുരം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് വരുന്നത്. ഇവർ എന്നൊക്കെ പരോളിൽ ഇറങ്ങിയിട്ടുണ്ടോ അന്നെല്ലാം ഇവരെ കൂട്ടി പോലീസ് സ്റ്റേഷനിൽ എല്ലാ ദിവസവും പോകേണ്ടതുണ്ട്. അങ്ങനെ പോയിട്ടുള്ളത് മന്ത്രിയുടെ സന്തത സഹചാരി തന്നെയാണ്. ഞാനത് ആധികാരികമായി പറയുമ്പോൾ പോലീസിൻ്റെ കൈവശം രേഖകളുണ്ടല്ലോ. പോലീസിൻ്റെ കൈവശം സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ പിന്നെ ഈ പറയുന്ന പരോൾ ബുക്ക് അവിടെ രജിസ്റ്ററോട് ഉണ്ടാവണമല്ലോ, പരോൾ രജിസ്റ്ററിനകത്ത് എൻ്റർ ചെയ്യണമല്ലോ. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുള്ളത് ഈ പ്രദീപ് കൂടെ ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കട്ടെ, മന്ത്രി വ്യക്തമാക്കട്ടെ, എന്തായിരുന്നു പ്രദീപിൻ്റെ ഇടപെടലെന്ന് വ്യക്തമാക്കട്ടെ. അത് കഴിഞ്ഞാൽ മന്ത്രി ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കട്ടെ. മന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, മന്ത്രി പറയട്ടെ ഇല്ല എന്ന്. എങ്കിൽ മന്ത്രിയോട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കേണ്ടി വരും. അദ്ദേഹം ഇവരെ കണ്ടിട്ടുണ്ടോ, എവിടെയൊക്കെ ഈ ആരോപണം ഉന്നയിച്ചിട്ട് 48 മണിക്കൂറായിട്ട് മതിൽ പ്രതികരണമില്ല, അങ്ങനെയല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്നുള്ള പരസ്യമായ വെല്ലുവിളിയാണ് ശ്രീ ജ്യോതികുമാർ ചമ്മക്കാല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തുകയും ചെയ്യുന്നത്. ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. അഡ്വക്കേറ്റ് അരുൺകുമാർ, സംസ്ഥാനം ഞെട്ടിയ ഒരു കൊലക്കേസിലെ പ്രതി, 3 ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട കേസിലെ പ്രതി ശിക്ഷാ ഇളവ് നേടി പുറത്തേക്ക് വരുന്നു. ശിക്ഷാ ഇളവ് എന്ന് പറയുന്നത് പല കാലങ്ങളിൽ പലർക്ക് അനുവദിക്കപ്പെട്ടിരു. അരുൺകുമാർ ലൈനിലുണ്ടോ? ശരി, ഞാൻ തിരികെ വരാം. അരുൺകുമാറിന്റെ ടെലിഫോൺ ഡയലിൽ തകരാറുണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിലേക്കാണ് പോകേണ്ടത് എന്ന് വിചാരിക്കുന്നു. അഡ്വക്കേറ്റ് ബൈജു നോയൽ, ഈ ജീവപര്യന്തം എന്നാൽ ജീവപര്യന്തം തന്നെയാണ് എന്ന് പല സമയങ്ങളിൽ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. 3 ജീവപര്യന്തം ഒരു കോടതി വിധിക്കണമെങ്കിൽ ആ ശിക്ഷയുടെ വ്യാപ്തി എത്രത്തോളമാണ്, അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് കോടതിക്ക് ബോധ്യമുള്ളത് കൊണ്ടല്ലേ 14 വർഷം കഴിയുമ്പോൾ പുറത്തു വരാനാണെങ്കിൽ എന്തിനാണ് 3 ജീവപര്യന്തം ഒരു പ്രതിക്ക് വിധിക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 3 ജീവപര്യന്തമാണെങ്കിലും ഈ എല്ലാ ജീവപര്യന്തവും ഒറ്റത്തവണയായി ഒരേ കാലയളവിൽ അനുഭവിച്ചാൽ മതി ഈ കേസിലെന്നാണ്. ഈ കേസിൽ അകത്ത് CRPC 432, ഇപ്പോൾ BNSന്റെ 473 പ്രകാരം സംസ്ഥാന ഗവൺമെന്റിന് ഒരു പ്രതിയുടെ ശിക്ഷ വിധികൾ നിർത്തിവെക്കാനും ഇളവ് ചെയ്യാനും ലഘൂകരിക്കാനുമുള്ള അധികാരമുണ്ട്. ആ അധികാരമാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു ഗവൺമെന്റിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള അധികാരമാണ് ആ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഇത്തരം അധികാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമാവാനോ ആർബിട്രറി ആവാനോ പാടില്ല, ഏകപക്ഷീയമാകാനോ പാടില്ല. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ജ്യോതികുമാർ പറഞ്ഞതുപോലെ നമ്മുടെ ജയിലുകളിൽ നിരവധി ആളുകൾ ഈ ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും ഇതിനകത്തൊക്കെ പുറത്തിറങ്ങാൻ കഴിയാതെ കിടക്കുന്ന ആളുകളുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് വളരെ തിടുക്കപ്പെട്ടുകൊണ്ട് 14 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ തന്നെ അവരെ പുറത്തിറക്കാനുള്ള ഒരു ശ്രമം ഗവൺമെന്റ് നടത്തുന്നത്. ഗവൺമെന്റിന് താല്പര്യമുള്ള ആളുകളെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യത്തിന് വേണ്ടി കുറ്റകൃത്യം ചെയ്ത ആളുകളെയോ അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെയോ മോചിപ്പിക്കാൻ വേണ്ടിയല്ല വാസ്തവത്തിൽ ഇത്തരം അധികാരങ്ങൾ ഗവൺമെന്റിന് നമ്മുടെ ഭരണഘടന നൽകിയിട്ടുള്ള അധികാരങ്ങൾ അല്ലെങ്കിൽ നിയമം പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം നൽകുന്ന അധികാരങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ വാസ്തവത്തിൽ ഈ അധികാരം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ വീഴ്ച സംഭവിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇത് റദ്ദാക്കപ്പെട്ടേക്കാം. ഈ കാരണം ബൽക്കീസ് ബാനുവിന്റെ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി നമ്മുടെ മുമ്പിലുണ്ട്. ഗുജറാത്ത് കലാപത്തിന്റെ ഭാഗമായി അതിലെ 11 പ്രതികളെ
ശിക്ഷ റിമിഷൻ നടത്തിയത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സെറ്റസൈഡ് ചെയ്യുകയുണ്ടായി. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് അത് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ശിക്ഷ വിധിച്ച കോടതി നിലനിൽക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ ഗുജറാത്ത് ഗവൺമെന്റ് അന്ന് ക്രൈറ്റീരിയകളൊന്നും പാലിക്കാതെ, അതായത് സെക്ഷൻ 432, 433, 433A, 434, 435 ഈ CRPC BNSSലോട്ട് വരുമ്പോൾ അത് 473 മുതലായ സെക്ഷനിലോട്ട് മാറുന്നു. അപ്പോൾ ഇത്തരം ശിക്ഷകളിൽ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയകൾ പാലിക്കാതെയാണ് ഗുജറാത്ത് ഗവൺമെന്റ് അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ കേസിലെ പ്രതികളെ റിമിഷൻ ചെയ്യാൻ വേണ്ടി തയ്യാറായത്. അത് തന്നെയാണ് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇത്തരം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം കൊടും കുറ്റവാളികളെ പുറത്തിറക്കുമ്പോൾ പാലിക്കപ്പെടേണ്ടുന്ന ക്രൈറ്റീരിയകൾ ഇതിന് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിന് നിലവിലുള്ള ജഡ്ജ്മെന്റ് പ്രകാരം ഇത്തരം അതിസൂക്ഷ്മമായ പരിശോധനകൾ തന്നെ ഇത്തരം കേസുകളിൽ റിമിഷൻ അനുവദിക്കുമ്പോൾ നടത്തേണ്ടതാണ്. ഈ കേസുകളിൽ ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. അഡ്വക്കേറ്റ് അരുൺകുമാർ, മന്ത്രിസഭയിലടക്കം സ്വാധീനമുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്ന് പറയുന്നത്. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് ഇതിനു മുൻപ് ഈ പരോളുമായി ബന്ധപ്പെട്ട് ശിക്ഷാ ഇളവുമൊക്കെ ആയി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വലിയ ചർച്ചയാവുന്നത്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഷെറിൻ ഒരു തരത്തിലും ഈ പറയുന്ന രാഷ്ട്രീയമായ സ്വാധീനമുള്ള ഒരു സ്ത്രീയായി ഇന്ന് വരെ കണക്കാക്കപ്പെട്ടിട്ടില്ല. പക്ഷെ മന്ത്രിസഭയിലടക്കം സ്വാധീനം ചെലുത്തിയാണ് പുറത്തേക്ക് വരുന്നത്, അതിനുള്ള വഴി ഒരുക്കിയത് എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ് മന്ത്രിസഭ എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവമുള്ള ഒരു ആരോപണമാണ് അത് ഉന്നയിക്കപ്പെടുന്നത്. KB ഗണേഷ് കുമാറിന്റെ പേരെടുത്തുകൊണ്ട് തന്നെ പ്രതിപക്ഷം ആ വിമർശനം ഉന്നയിക്കുകയാണ്. അങ്ങനെ നിയമത്തിന്റെ നമുക്കറിയാം എത്ര കേസുകളാണ് നീതി ലഭ്യമാക്കാൻ വേണ്ടി നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ കെട്ടിക്കിടക്കുന്നത് എന്ന്. അതിന്റെ എല്ലാ പടവുകളെയും താണ്ടി ശിക്ഷ വിധിക്കപ്പെട്ട ഒരു പ്രതിക്ക് പുറത്തേക്ക് വഴിയൊരുങ്ങാൻ ഈ പറയുന്ന അധികാരം തുണയ്ക്ക് നിൽക്കുന്നു എന്ന ആരോപണം ഗൗരവ സ്വഭാവമുള്ളതാണ്. അതിന്റെ അടിസ്ഥാനം എന്താണ്? അതു ഇവിടെ ഈ ചർച്ചയിൽ ഏറ്റവും ആദ്യം സംസാരിച്ച മിസ്റ്റർ അനിൽ ഈ കേസിന്റെ നാൾവഴികളാണ് പറഞ്ഞത്. അതിനുശേഷം കോൺഗ്രസിന്റെ പ്രതിനിധി മിസ്റ്റർ ജ്യോതികുമാറും അതിനുശേഷം സംസാരിച്ച അഭിഭാഷകനും തെറ്റിദ്ധരിപ്പിക്കുന്ന നിയമവിരുദ്ധ പ്രസ്താവനകൾ മാത്രമാണ് ഈ ചർച്ചയുടെ ഭാഗമായി സംസാരിച്ചത്. ഇവിടെ ഈ രാജ്യത്തെ നിയമപ്രകാരം മാത്രമാണ് ഗവൺമെന്റ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരാളെ ജീവപര്യന്തം തടവ് ശിക്ഷിച്ചാൽ ജീവപര്യന്തം എന്നാണെങ്കിലും 14 വർഷം ശിക്ഷ പൂർത്തീകരിച്ചാൽ അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള റിമിഷൻ കൊടുക്കാൻ എല്ലാ അവകാശവുമുണ്ട്. ഒരു പ്രതിയെ റിമാൻഡ് കാലയളവിൽ തടവിൽ പാർപ്പിച്ച ദിവസവും അതുപോലെ തന്നെ ശിക്ഷിച്ചതിന് ശേഷമുള്ള പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് കിടക്കുന്ന ദിവസവും കൂട്ടുമ്പോൾ 14 വർഷം പൂർത്തീകരിക്കണം. ഇവിടെ ഷെറിൻ 14 വർഷവും 4 മാസവും 17 ദിവസവും പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷമാണ് അപേക്ഷ കൊടുത്തത്. അങ്ങനെ അപേക്ഷ കൊടുക്കുമ്പോൾ ജയിൽ നിയമപ്രകാരം അവധി ദിവസങ്ങളും മറ്റ് മാനദണ്ഡങ്ങളും പ്രകാരം 18 വർഷവും 8 മാസവും 29 ദിവസവും പൂർത്തീകരിച്ചു. ഇത് 31/5/2024 കണക്കാണ്. അതായത് ഇപ്പോൾ 2025 ആകുമ്പോൾ ഏകദേശം 19 വർഷത്തെ കാലയളവ് ജയിൽ റൂൾസ് പ്രകാരം അവധി ദിവസങ്ങളും എല്ലാം കണക്ക് കൂട്ടുമ്പോൾ ശിക്ഷ അനുഭവിച്ചതായിട്ടാണ് കൃത്യമായിട്ട് കണക്ക് കൂട്ടപ്പെടുന്നത്. 19 വർഷം പൂർത്തീകരിച്ചു. അത്തരത്തിൽ 14 വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, ദിവസം എണ്ണത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ റിമിഷൻ അപേക്ഷ കൊടുത്താൽ ഏറ്റവും ആദ്യം പോലീസ് റിപ്പോർട്ട്, പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ട്, ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്, അതുപോലെ തന്നെ നിയമവകുപ്പിന്റെ റിപ്പോർട്ട് ഇവ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ഉപദേശക സമിതിക്ക് ചെയ്യാൻ കഴിയുക ഇത്തരം അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടാണെങ്കിൽ മന്ത്രിസഭയ്ക്ക് വിടണം. മന്ത്രിസഭ ഇത്തരം അനുകൂല റിപ്പോർട്ട് വന്നാൽ അത് പരിഗണിക്കുമ്പോൾ പ്രധാനമായിട്ടും പരിശോധിക്കുന്ന മാനദണ്ഡം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമമാണോ അതോ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത കുറ്റമാണോ. ഈ കുറ്റകൃത്യമാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ റിമിഷൻ പരിഗണിക്കുന്ന ഒരു പൊതു പോളിസി, പരിഗണിക്കേണ്ടെന്ന പൊതു പോളിസി ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. അല്ലാത്ത കേസുകളിൽ സ്വാഭാവികമായിട്ടും അനുവദിക്കും. അത് ഗവർണർക്ക് വിടും. ഗവർണർ തീരുമാനമെടുത്താലും അത് കോടതികളുടെ എല്ലാം നിരീക്ഷണത്തിനും പരിശോധനയ്ക്കും വിധേയമാണ്. അത്തരത്തിൽ ഘട്ടം ഘട്ടമായിട്ടാണ് പോകുക. ഇവിടെ ബിൽക്കിസ് ബാനുവിന്റെ കേസ് പറഞ്ഞു. ഏറ്റവും അവസാനമായി സുപ്രീം കോടതി ബിൽക്കിസ് ബാനുവിന്റെ കേസിൽ വിധി പറയുമ്പോൾ അതുവരെ റിമിഷൻ കൊടുത്ത എല്ലാ കേസുകളും പരാമർശിച്ചിട്ടുണ്ട്. അതിൽ 5 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1, പ്രതിയുടെ പ്രായം. 2, പ്രതിയുടെ പെരുമാറ്റം, സ്വഭാവം. അത് ജയിലിൽ കിടക്കുമ്പോഴുള്ള പെരുമാറ്റവും സ്വഭാവവും ഉൾപ്പെടെയാണ്. അതുപോലെ തന്നെ മറ്റു കേസുകളിൽ പ്രതിയാണോ, ശിക്ഷിക്കുന്നതിന് മുമ്പ് മറ്റു കേസുകളിൽ പ്രതിയാണോ, ജയിൽവാസം അനുഭവിക്കുമ്പോൾ സഹ തടവുകാരോ അല്ലെങ്കിൽ ജയിൽ ഓഫീസർമാരുമായിട്ടോ മറ്റേതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മറ്റ് കേസുകളിൽ പ്രതിയാണോ, അതുപോലെ തന്നെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയാണ്, ഇവരുടെ കുടുംബത്തിന്റെ അവസ്ഥ, ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർ ആരൊക്കെയുണ്ട്,
ഇവർ പുറത്തിറങ്ങിയാൽ ഇവരെ സംരക്ഷിക്കുന്നവരാരാണ്, ഇവരുടെ സംരക്ഷണത്തിൽ കഴിയുന്നവരാരൊക്കെയാണ്? ഇത്തരത്തിലുള്ള 5 കാര്യങ്ങളാണ് നോക്കുക. ഇവിടെ ഷെറിന് 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അച്ഛനില്ല, അമ്മ ജയിലിലാണ്, ഒരു മുത്തശ്ശിയാണുള്ളത്. മുത്തശ്ശിക്ക് നല്ല പ്രായമായി. അപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് പരിഗണിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു റെക്കമെൻഡേഷൻ വന്നത്. ഒരു നിയമവിരുദ്ധതയും ഗവൺമെന്റ് കാണിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ പ്രതിനിധികൾ, മന്ത്രിമാരുടെ പേര്, ഉദ്യോഗസ്ഥന്മാരുടെ പേരെല്ലാം ആകാശത്തേക്ക് ഉണ്ടയില്ല വെടിവെക്കുകയാണ്. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം ഒരു ക്യാബിനറ്റ് അംഗത്തിന്റെ പേര് പറയുകയാണെങ്കിൽ അതിൽ വിശദീകരണം നൽകാനുള്ള ഉത്തരവാദിത്വം സ്വാഭാവികമായും സർക്കാരിനില്ലേ? ഈ പറയുന്ന മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ പേരെടുത്തു പറയുന്ന ഒരു ആരോപണം വരുമ്പോ അതിൽ മറുപടി പറയുക അല്ലെങ്കിൽ അതിലൊരു പ്രതികരണം നടത്തുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വമില്ലേ? അതിലൊരു പ്രശ്നം, നിരന്തരം ഈ മന്ത്രിക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികൾ ഇത്തരത്തിൽ പല ഘട്ടത്തിലും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക ഇതുവരുടെ ഒരു പൊതു പോളിസിയാണ്. മറ്റെല്ലാ വിഷയങ്ങളിലും ഒരാരോപണവും തെളിയിക്കപ്പെടാതെ വരുമ്പോൾ മന്ത്രിമാർക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ആരോപണം ഉന്നയിക്കും, മറുപടിയായിട്ട് വരട്ടെ എന്നിട്ട് വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അതൊരു പൊതു പോളിസിയായിട്ട് UDFും കോൺഗ്രസും സ്വീകരിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ഉള്ള ഈ യാതൊരു മെറിട്ടുമില്ലാത്ത ചോദ്യങ്ങൾക്ക് മറുപടിയായി പോകേണ്ടതില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം ഇവിടെ നിയമപരമായി മന്ത്രിസഭയ്ക്ക് വരുന്ന ഒരു ശുപാർശ, ആ ശുപാർശ ചെയ്തത് ആരൊക്കെയാ? ഒറ്റ മിനിറ്റ്. ശുപാർശ ചെയ്ത ആരൊക്കെയാ? കളക്ടർ, അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവി, ജയിൽ സൂപ്രണ്ട്, പ്രൊബേഷൻ ഓഫീസർ അടക്കം ജില്ലാ ജഡ്ജി, സെഷൻ ജഡ്ജി, ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ജയിൽ ഉപദേശക സമിതിയുടെ റെക്കമെൻഡേഷൻ. ആ റെക്കമെൻഡേഷനൊപ്പം ഹാജരാക്കേണ്ട എല്ലാ സർട്ടിഫിക്കറ്റുകളും എല്ലാ റെക്കമെൻഡേഷനും വച്ച് 19 കൊല്ലം ശിക്ഷ പൂർത്തീകരിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അപേക്ഷ വരുമ്പോൾ ഒരു നിമിഷം, ഷെറിൻ 2015 നെയ്യാറ്റിൻകരയിൽ നിന്ന് വിയ്യൂരിലേക്കും 2017 വിയ്യൂരിൽ നിന്ന് കണ്ണൂരിലേക്കും ജയിൽ മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജയിൽ അധികൃതരോടും സഹതടവുകാരോടുമുള്ള പെരുമാറ്റ പ്രശ്നങ്ങളുടെയും പേരിലാണ് ഈ ജയിൽ മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ എന്നൊക്കെ അന്നത്തെ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തയാണ്. അപ്പോ അത്തരത്തിൽ ഉള്ള പ്രവണതയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന പശ്ചാത്താപം ഉണ്ടായി നല്ല സ്വഭാവം തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നത്? താങ്കളുടെ അറിവ് തെറ്റാണ്. കാരണം ഇവിടെ ശ്രീ കോൺഗ്രസിന്റെ പ്രതിനിധി അടക്കം പരോളിലും ഓർഡിനറി ലീവിലും എമർജൻസി ലീവിലും അനധികൃതമായി എന്തൊക്കെയോ ഈ പ്രതി വാങ്ങിച്ചിട്ടുണ്ട് എന്ന രൂപത്തിലുള്ള ആരോപണം ഉന്നയിക്കുകയാണ്. ഒരു മെറിട്ടുമില്ല. 1 വർഷം 60 ദിവസം വരെ പരോൾ കിട്ടാം ഒരു ജീവപര്യന്തം തടവുകാരന്. ആദ്യത്തെ 2 വർഷം പരോളില്ല, മാറ്റിവെക്കട്ടെ. 3-ാം വർഷം വെച്ച് കൂട്ടിയാൽ 12 ഗുണം 60 ഒന്ന് ഗുണിച്ചു നോക്കിയേ, 720 വരില്ലേ? എന്നാൽ 500 ദിവസത്തോളമാണ് ഇതിലെ പ്രതി പരോളിൽ പോയിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഇടയിൽ എമർജൻസി ലീവും വരും, ഓർഡിനറി ലീവും വരും. ഇതെല്ലാം വരുമ്പോൾ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക. താങ്കൾ പറഞ്ഞല്ലോ ജയിൽ മാറ്റം എങ്ങനെയാ? ജയിലിൽ എണ്ണ കൂടുതൽ വരും, പ്രതികളുടെ പുതിയ ജയിൽ സൗകര്യങ്ങൾ വരും, പുതിയ ജയിലുകൾ ഇനാഗ്രേറ്റ് ചെയ്യും. അത്തരത്തിൽ വരുമ്പോൾ നോർമലി ഷിഫ്റ്റിംഗ് വരും. അത്തരത്തിൽ ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്തതോ ആരോടെങ്കിലും അപമര്യാദയായി പെരുമാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ടും ഈ പ്രതിക്ക് എതിരെ ഇല്ല. ഉപദേശക സമിതി ഇതെല്ലാം വളരെ വിശദമായി അന്ന് വന്ന വിവരങ്ങൾ അങ്ങനെയാണ്. ഈ പറയുന്ന ജയിൽ സൗകര്യമില്ലായ്മ മൂലമോ ആളെണ്ണം കൂടുതൽ എന്റെ പേരിലോ അല്ല വിയ്യൂരിലേക്കും പിന്നീട് കണ്ണൂരിലേക്കും പോയത് സഹതടവുകാരോടുള്ള പെരുമാറ്റത്തിന്റെ പേരിലാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ സഹതടവുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആധികാരികമായിരിക്കണം. ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായി 2 തവണ ഉന്നയിക്കപ്പെട്ടു പെട്ടെന്നുള്ള തീരുമാനം. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അഭിഭാഷകനും പറഞ്ഞു രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായി പെട്ടെന്നുള്ള തീരുമാനം. മാധുവിന് അറിയോ എന്നാണ് ജയിൽ ഉപദേശക സമിതി ഈ കേസ് പരിഗണിച്ചത്? ഈ പറയുന്ന ഷെറിനുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളിൽ എന്തുകൊണ്ടാണ് അരുൺ സ്റ്റിക്കോൺ ചെയ്യാത്തത്? അങ്ങനെ ഇളവ് നൽകാൻ, അങ്ങനെ നല്ല പിള്ളയാണ് എന്ന് ബോധിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും അല്ല അവരുടെ പേരിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാലോ? ഞാൻ പറയുന്നത് പോലീസ് റിപ്പോർട്ടും പ്രൊബേഷൻ റിപ്പോർട്ടും ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടും നിയമവകുപ്പിന്റെ റിപ്പോർട്ടും ഈ റിപ്പോർട്ടിലൊന്നും ഒരു തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തതോ പരാതി ലഭിച്ചതായോ പരാതി പരിഗണിച്ചതായോ അതിന്റെ ഭാഗമായി എന്തെങ്കിലും ചർച്ച ചെയ്ത് പരിഹരിച്ചതോ സെറ്റിൽമെന്റോ കൺസിലിയേഷനോ ഒന്നുമില്ല. ഞാൻ ഇപ്പൊ സൂചിപ്പിച്ചത് എന്നാണ് ഈ പരാതി അല്ലെങ്കിൽ ഇവരുടെ അപേക്ഷ ജയിൽ അതിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകുന്നത് വളരെ പ്രകടമാണ്. എന്താണെന്നറിയാമോ അരുൺ? എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള, അതായത് ജയിൽ ശിക്ഷയിൽ ഇളവ് നേടാൻ വേണ്ടി അനധികൃതമായ സാഹചര്യം ഒരുക്കപ്പെട്ടു എന്നാരോപിക്കപ്പെടുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാൾക്കെതിരെ ഈ പറയുന്ന റിപ്പോർട്ടുകൾ വരണമെന്ന് നിർബന്ധമില്ല.
അതൊക്കെ മൂടി വെക്കാൻ കഴിയുന്ന സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അടുത്തല്ലേ ഈ പറയുന്ന ഒരു വ്യവസായി ബോബി ചെമ്മണ്ണൂർ ജയിലിൽ പോയപ്പോൾ അതിൽ VIP സന്ദർശനം ഉണ്ടായിട്ട് പേരുകൾ നമ്മുടെ ജയിൽ രജിസ്റ്ററിൽ ഇല്ലാതെ പോയത്, അതിന്റെ പേരിൽ നടപടി ഉണ്ടായല്ലോ. അപ്പോ ജയിലെന്ന് പറയുന്നതും അവിടുത്തെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നതും ഈ പറയുന്ന നല്ല ബുക്കും റിപ്പോർട്ടും ഒക്കെ ഏറ്റവും പക്കായായി നടപ്പിലാകുന്നു എന്ന അവകാശവാദവും നമുക്ക് ഉന്നയിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ മുന്നിലുള്ളത് ഒരാളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ പ്രതി എന്നുള്ളത് മാത്രമാണ്. സ്വഭാവ സർട്ടിഫിക്കറ്റ് ചാർത്തി കൊടുക്കും മുമ്പ് ആ ചരിത്രം കൂടി ഓർക്കണ്ടേ? അതിലെ താങ്കൾ ആദ്യം പറഞ്ഞല്ലോ 3 ജീവപര്യന്തം കിട്ടിയാൽ 3 ജീവപര്യന്തം. ആ ശിക്ഷാവിധിയുടെ അവസാന വാചകം എന്തെന്നറിയോ? ദ സെന്റൻസ് ഷാൽ റൺ കൺകറന്റ്ലി എന്നതാണ്. അതായത് എല്ലാ ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. ഒരുമിച്ച് 19 വർഷം ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ദീർഘമായിട്ടുള്ള കാലയളവാണ്. നമ്മുടെ നിയമത്തിന്റെ പേരെന്താ? നിയമത്തിന്റെ പേര് 2010 കേരള പ്രിസൺ സംശുദ്ധീകരണ സാൻമാർഗിക സേവനങ്ങൾ നിർവഹണം. അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കറക്ഷന് വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള മാനദണ്ഡങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു തരത്തിലും രേഖാമൂലം അവർക്കെതിരെ ഒരു കുറ്റകൃത്യം നിലനിൽക്കാതിരിക്കെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോപണം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എല്ലാം പത്രങ്ങളിൽ വന്നു, വാർത്തകളിൽ വന്നു എന്ന് മാത്രമാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. അല്ലാതെ രേഖാമൂലം കേസിൽ VIP സന്ദർശനം ഉണ്ടായപ്പോഴും പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്നുള്ളൂ. ജയിൽ രജിസ്ട്രി നല്ല വെടിപ്പായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ആരും തൊട്ട് മോശമാക്കാതെ. അത്രേ വരുവുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ പറയുന്ന കറക്ഷൻ, ഈ പറയുന്ന മാനസാന്തരം, ഇതൊന്നും പരീക്ഷിക്കാൻ നിലവിൽ സംവിധാനമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ അനിൽ ഓണംപള്ളി, ഒരു സാധാരണക്കാരായ പെൺകുട്ടിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷെറിൻ. നിങ്ങളുടെ അറിവിൽ ഈ കൊലപാതകം നടത്തുന്നത് വരെ, ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇനി ഇവർ പോയാൽ ഇത്തരം കൊലപാതകങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് നിയമം ഈ പറയുന്ന പരിവർത്തനത്തിന് വേണ്ടിയുള്ള വഴിയൊരുക്കുന്നത് എന്നൊക്കെ. ഈ കൊലപാതകം നടക്കുന്നത് വരെയും ഒരു ഈ പറയുന്ന ആളുകളെ, വാടക കൊലയാളികൾക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ പോകുന്ന തരത്തിലുള്ള പേടിക്കേണ്ടുന്ന ഒരാളാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഭാസ്കര കാരണവർ അന്ന് അവിടെ താമസിക്കില്ല അല്ലേ? അപ്പോൾ ആ രീതിയിലുള്ള ഒരാളാണ് 14 വർഷം കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇത്രമേൽ സ്വാധീനമൊക്കെ നേടാൻ കഴിയുന്ന ഒരാളാണ് ഷെറിൻ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വാധീനം കൊണ്ടാണല്ലോ ഇപ്പം ഇത്രയും എളുപ്പം. ഇപ്പം തന്നെ ഇപ്പം പറഞ്ഞ സഹോദരൻ പറയുന്നു എല്ലാം നിയമവശം കൂടാണ്. പക്ഷേ ഒരു പട്ടി, ഒരു പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു നായ ചാകുന്നതിന് തുല്യമാണ് ഒരു മനുഷ്യൻ്റെ വിലയെന്നാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കാരണം എന്തോ ഇത്ര ക്രൂരമായി കൊന്ന വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നു. കേരളത്തിലെ ഇപ്പം ഈ നീതി ഇങ്ങനെ മുമ്പോട്ട് പോകണമെങ്കിൽ കേരളത്തിൽ ഒരു 5-10 കൊല്ലത്തിനുള്ളിൽ ഏതാണ്ട് 99% കുറ്റവാളികൾ ജയിലിൽ വീണ്ടും കൂടാൻ പോവുക. കാരണം ഇത്രയേ ഉള്ളൂ കുറ്റമെന്നാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കുറ്റകൃത്യ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് 2.5 വയസ്സുകാരി കുഞ്ഞിനെ കൊന്നു. നാളെ ഇതും പറയാം അവരും മാനസാന്തരപ്പെട്ടു, നല്ല സ്വഭാവം, അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള പറഞ്ഞു പോകരുത്. നമ്മളൊരു കേസിന്റെ അടിസ്ഥാനത്തിൽ ഒരൊറ്റ വിഷയത്തിൽ നിന്ന് സംസാരിക്കുകയാണ്. അങ്ങനല്ല മേഡം, ഞാൻ പറഞ്ഞത് കുറ്റവാളികൾ തക്കതായ ശിക്ഷ കൊടുക്കണം. കാരണം ഞാൻ അങ്ങനെ പരിച്ഛേദം സ്ത്രീകളെ പറഞ്ഞല്ല. കുറ്റകൃത്യം ചെയ്യുന്ന ഇതുപോലത്തെ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നാളെ വരും തലമുറ ഇത് കണ്ടു വളരുകയാണ്. ഞാൻ അതേ രീതിയിൽ പറഞ്ഞല്ല, സമൂഹത്തിൽ സ്ത്രീകളെ മൊത്തം പറഞ്ഞതല്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു. ഞാൻ ആ പറഞ്ഞല്ല, വിഷമം കൊണ്ട് പറഞ്ഞതാണ്. സ്ത്രീകൾക്ക് കുറ്റകൃത്യത്തിൽ കൂടുതൽ പങ്കായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശിക്ഷ ഇവിടെ നടപ്പാകുന്നില്ല. ഇപ്പം മറ്റ് വിദേശ രാജ്യങ്ങളിലെ പോലെ ശിക്ഷ നടപ്പാകട്ടെ. ഇപ്പം നിസ്സാരം ഞാൻ പറയാം, യമനിലെ നിമിഷപ്രിയയുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കട്ടെ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വരെ ഇടപെട്ടു. അവിടുത്തെ നിയമം അവിടെ അംഗീകരിക്കുന്നുണ്ട്. അവിടുത്തെ യമനിലെ അവിടുത്തെ നിയമം അങ്ങനെയാണ്. സൗദിയിലെ നിയമം അങ്ങനെയാണ്. UAE നിയമം എങ്ങനെ, അമേരിക്കയിലെ നിയമം എങ്ങനെ. തെറ്റ് ചെയ്യുന്നവരെ അവിടെ ശിക്ഷിക്കപ്പെടുന്നു. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നാട്ടുകൂട്ടം, തമിഴ്നാട്ടിൽ മറ്റു സ്ഥലത്തൊക്കെ നാട്ടുകൂട്ടം അവർ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു വ്യവസ്ഥ. ഇവിടെ ഇപ്പം നമ്മൾ നാട്ടുകാരെ അവിടെ തല്ലിക്കൊല്ലാൻ പറയല്ല, ഇവിടെ ശിക്ഷ നടപ്പാക്കണം. നാളെ തെറ്റ് ചെയ്യുന്നവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കണം. ഒരു മനുഷ്യനെ കൊന്നിട്ട്, അല്ലെങ്കിൽ ഒരു അമ്മയെ കൊന്നിട്ട്, അല്ലെങ്കിൽ അമ്മായിയമ്മയെ കൊന്നിട്ട് പറയുകയാണ് കുഴപ്പമില്ല, നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ്. ഈ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇവർക്കറിയാൻ വയ്യായിരുന്നു. ആ കൊലപാതകം നടക്കുമ്പോൾ എത്ര വയസ്സുണ്ട്? ഒന്ന് മനസ്സിലാക്കി. എൻ്റെ അച്ഛനെ പോലോ എൻ്റെ അമ്മയെ പോലെ, അല്ലെ എൻ്റെ അമ്മായിച്ചനും എൻ്റെ അമ്മായിയമ്മയും എന്നൊന്നും ഷെറിൻ ഒരു നിമിഷം ചിന്തിക്കണമായിരുന്നു.
തൻ്റെ കുഞ്ഞിനെ പറ്റി ചിന്തിച്ചോ? തൻ്റെ ഭർത്താവിനെ പറ്റി ചിന്തിച്ചോ? ഇതെല്ലാം പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് പണം മാത്രം മതി. അതിന് പിന്നിൽ നിന്നവരും അവരെ പ്രോത്സാഹിപ്പിച്ചു. ഇപ്പം തന്നെ ഇറക്കാൻ എല്ലാവരും കൊണ്ട് ഷെറിനെ ആരോ ഇറക്കിക്കൊണ്ട് വരുമ്പോൾ അവളെ സംരക്ഷിക്കാൻ ആരോ കാണുമെന്നാണ് പ്രതീക്ഷ. അതിപ്പം VIP ഇടപെട്ടാലും ആരിടപെട്ടാലും. പക്ഷേ ഒരു കുടുംബമാണ് നശിപ്പിച്ചത്. അറിയാവോ? ആ വേദന ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും ഞങ്ങളുടെ വീട്ടുകാർക്കുമാണ് നഷ്ടപ്പെട്ടത്. അതൊരിക്കലും മറക്കാനൊക്കത്തില്ല. ഷെറിൻ നാളെ ഇറങ്ങിയാലും വേറൊരു കുറ്റകൃത്യത്തിൽ ഇടപെടാതിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു കുടുംബം ഇനിയും നശിക്കാൻ പാടില്ല. ശരി, ശ്രീ ജ്യോതികുമാർ ചമക്കാല, സർക്കാരിന് മുന്നിൽ വന്ന ശുപാർശകൾ, ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ വരുന്നു. അദ്ദേഹം കണക്കുകൂട്ടി പറഞ്ഞടക്കം ഏതാണ്ട് അവധികളെല്ലാം പരിഗണിച്ചാൽ 19 വർഷത്തോളം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൂട്ടിയാൽ അത് അദ്ദേഹം നിയമപരമായിട്ടാണ് അത് വിശദീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ അവധികളെല്ലാം കൂട്ടിയാൽ 19 വർഷം എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പോൾ ഇത്രയും ശിക്ഷ അനുഭവിച്ച ഒരാളുടെ ശിക്ഷാ ഇളവിന് ജയിൽ ഉപദേശക സമിതി എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും എല്ലാ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ ശുപാർശ ചെയ്യുന്നു. ഈ ശുപാർശ സർക്കാരിന് മുന്നിൽ വന്ന് പിറ്റേ ദിവസം ഇത് സാങ്ഷൻ ചെയ്യുകയല്ല ചെയ്യുന്നത്. അതിനുശേഷം 3-4 മാസം എടുക്കുന്നുണ്ട്. ആ ഇത്രയും കാലാവധി എടുത്ത് ചർച്ച ചെയ്ത് മന്ത്രിസഭ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതും അവസാനത്തേതല്ല, ഗവർണർക്ക് നൽകുകയാണ്. ഗവർണറാണ് അതിൽ ഈ 161 വകുപ്പ് പ്രകാരം തീരുമാനമെടുക്കേണ്ടത്, ഗവർണറുടെ വിവേചനാധികാരം എന്ന നിലയ്ക്ക്. അപ്പോൾ പെട്ടെന്നൊരു ഏകജാലക സംവിധാനം ഉണ്ടാക്കി ഷെറിനെ മാത്രം ജയിലിന് പുറത്തേക്ക് കൊണ്ടുവന്നു എന്ന ആരോപണം ഉന്നയിക്കാൻ കഴിയുമോ? അവിടെയാണ് പ്രശ്നം. നോക്കൂ, ഇവിടെ നമ്മൾ ഒയാസിസിൻ്റെ മദ്യ നിർമ്മാണ കമ്പനിയായ ഒയാസിസ്, അവർ പാലക്കാട് എലപ്പുള്ളിയിൽ പുതിയ പ്ലാന്റ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോൾ ആ ഒയാസിസ് കമ്പനിയെ എങ്ങനെയാണോ അതിൻ്റെ CEO അല്ലെങ്കിൽ അതിൻ്റെ PRO പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അതിനേക്കാൾ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്ത MP രാജേഷ് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഷെറിൻ്റെ കാര്യത്തിൽ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് 3 ജീവപര്യന്തം ഒന്നിച്ചനുഭവിച്ചാൽ മതി. ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നതാണല്ലോ സഖാവേ. 3 ജീവപര്യന്തം ഒന്നിച്ചനുഭവിച്ചു. പക്ഷേ 3 ജീവപര്യന്തം എന്ന് വിധിന്യായത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ്? അത്രയും ജീവപര്യന്തം ലഭിക്കേണ്ട 3 കുറ്റകൃത്യങ്ങൾക്കും ജീവപര്യന്തം ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 ജീവപര്യന്തം കൊടുക്കുന്നു. പക്ഷേ ഒന്നിച്ചനുഭവിച്ചാൽ മതി എന്ന ഒരു ക്ലോസ് കൂടി വെക്കുന്നു എന്ന് പറയുമ്പോൾ ജീവപര്യന്തം അല്ലാതാകുമോ? ഇവിടെ അതാണ് പ്രശ്നം. ഇവിടെ അത്തരത്തിലുള്ള ഒരു പ്രതിയല്ല, കുറ്റക്കാരി, ശിക്ഷിക്കപ്പെട്ടയാൾ, അവരെ ശിക്ഷ സുപ്രീം കോടതി വരെ ശരിവെച്ചതാണ്. അത്തരത്തിലുള്ള ഒരാൾക്ക് ആളുടെ PR ഏജൻസി എടുത്തതുപോലെയാണ് ഇവിടെ അരുൺകുമാർ സംസാരിക്കുന്നത്. അവരെന്ന് വന്നു, എങ്ങോട്ട് പോയി, എത്രയായി, അവരെ സംബന്ധിച്ച് മാത്രമാണ് എന്തെല്ലാം പറയുന്നത്. നോക്കൂ, അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവരുടെ ശിക്ഷയും അനുഭവിച്ച് അങ്ങനെയൊക്കെ വിശദീകരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് കൂടുതൽ സംശയം വരുന്നേ. മാത്രമല്ല, നോക്കൂ, ഇത്തരത്തിൽ ഞാൻ ചോദിക്കുന്നത്, ജയിൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ശുപാർശയുടെ മേളിൽ ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തു. ഒറ്റ വാചകത്തിൽ അതാണല്ലോ പറയുന്നത്. ജയിൽ അഡ്വൈസറി കമ്മിറ്റി എല്ലാ ഫാക്ടേഴ്സും നോക്കിയതിന് ശേഷമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി, ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഇത്തരത്തിൽ ഇവർ ജയിലിലെ ഇവരുടെ സ്വഭാവ ദൂഷ്യത്തെ സംബന്ധിച്ച് അഥവാ ഇവരെ മോശമായി പെരുമാറിയതിനെ സംബന്ധിച്ച് ഒരു പരാതിയുമില്ല എന്ന് അരുൺകുമാർ ഇപ്പോൾ പറയുമ്പോൾ അതും ദുരൂഹമാണ്. പൊതുസമൂഹത്തിൽ ഒരുപാട് ചർച്ച മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മാത്രമല്ലേ അടിസ്ഥാനം? നിങ്ങൾ ഇപ്പോഴും പത്രങ്ങളിൽ വന്നു എന്നല്ലേ പറയുന്നത്, അല്ലാതെ മറ്റെന്തെങ്കിലും രേഖ അങ്ങയുടെ കയ്യിലുണ്ടോ? അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സംശയിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇത്തരത്തിൽ ജയിൽ അഡ്വൈസറി കമ്മിറ്റി ശുപാർശ ചെയ്ത ഏതെങ്കിലും കേസുകൾ പെൻഡിങ് ആയിട്ടുണ്ടോ സർക്കാരിൻ്റെ കയ്യിൽ? 100 കണക്കിനുണ്ട്. 25 വർഷം കഴിഞ്ഞവർ 200-ലധികം ആളുകൾ ഇപ്പോഴും മോചനം കാത്തു കഴിയുന്നുണ്ട്. 20 വർഷം കഴിഞ്ഞവർ 200-ലധികം ആളുകൾ ഇപ്പോഴും കാത്തു കഴിയുന്നുണ്ട്. എന്നിരിക്കെ എങ്ങനെയാണ് ഈ 14 വർഷം തികയാൻ കാത്തിരുന്ന് തൊട്ടടുത്ത ദിവസം എങ്കിൽ പിന്നെ ജഡ്ജിമെന്റിനകത്ത് പറഞ്ഞാൽ പോരെ, 14 ദിവസം തിരുന്നതിന്റെ പിറ്റേന്ന് വിട്ടേക്കണമെന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയല്ലോ. ഇവിടെ ഈ പറഞ്ഞതുപോലെ ബിൽക്കിസ് ബാനു കേസിൽ ഉൾപ്പെടെ പല സുപ്രീം കോടതി ജഡ്ജ്മെന്റുകൾ, ഏറ്റവും അവസാനം ഒക്ടോബർ 2024 മുതലുള്ള ജഡ്ജ്മെന്റിൽ ഉൾപ്പെടെ വളരെ സ്പെസിഫിക്കായി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ റെമിഷനെ സംബന്ധിച്ചുള്ള കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻസിൽ പറഞ്ഞിരിക്കുന്ന പല പാരാമീറ്റേഴ്സും വെച്ചുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇവർക്കിത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതിനപ്പുറത്തേക്ക് കൊടുക്കേണ്ട, പരിഗണിക്കേണ്ട, വിടേണ്ട, റെമിഷൻ കൊടുത്ത് പുറത്തിറക്കേണ്ട നിരവധി കേസുകൾ സർക്കാരിൻ്റെ പരിഗണനയിലിരിക്കുന്നതിന് അതിൽ മേൽ തീരുമാനവും എടുത്തിട്ടില്ല. അവിടെയാണ് പ്രശ്നം. അതുതന്നെയാണ് പ്രശ്നം. ഇവിടെ എന്താ പറയുന്നത്, സ്വാധീനമുള്ളവർക്ക് എപ്പോൾ വേണേലും പുറത്തു വരാവുന്ന ഒരു സാഹചര്യം. 14 വർഷം കഴിഞ്ഞോ നിങ്ങൾക്ക് സ്വാധീനമുണ്ടോ, നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും എന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിന് ഈ ന്യായങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു,
ജയിൽ മാറ്റത്തെക്കുറിച്ചൊക്കെ പറയുന്നതിനകത്ത് ഒരു അടിസ്ഥാനവുമില്ല എന്ന് പറയുന്നു. പിന്നെ അവരുടെ പല ഫാക്ടേഴ്സ് പരിഗണിക്കണമെന്ന് പറഞ്ഞു. ശരി, അതെല്ലാം പരിഗണിക്കുന്നുണ്ട്. അതെല്ലാം പരിഗണിക്കുമ്പോൾ അവരുടെ ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഞാൻ സിമ്പിൾ ചോദ്യം, നിങ്ങൾ എന്തിനാ തർക്കിക്കുന്നത്? നിങ്ങൾ ഔദ്യോഗികമായി രേഖകൾ പുറത്തുവിടൂ, ഇന്നൊക്കെയാണ് സംഭവങ്ങൾ. ആ ഫയൽ ഞാൻ എന്തായാലും ആർട്ടി കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നിരന്തരമായ ആരോപണം ഉന്നയിക്കുന്നു. ഒരു ആരോപണത്തിന് മറുപടി പറയുമ്പോൾ ഉപചോദ്യം ചോദിക്കുന്നു. ആ നിലയ്ക്ക് പോകുന്നവരോട് മറുപടി പറയേണ്ടതില്ല എന്നുള്ളതാണ് അരുൺകുമാർ പറഞ്ഞത്. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും ഈ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് അവകാശമുണ്ട്, ഭരണപക്ഷത്തിന് അവകാശമുണ്ട്, പ്രതിപക്ഷത്തിനും അവകാശമുണ്ട്. അതുകൊണ്ടാണല്ലോ അത് ജനാധിപത്യമായി നിൽക്കുന്നത്. പ്രതിപക്ഷം ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദ്യങ്ങൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. അവരിതൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ബ്രൂവറി കേസിൽ എന്തുകൊണ്ട് അവർ ആദ്യം 2018 പുറകോട്ട് പോകേണ്ടി വന്നിട്ടുള്ളത്? പുറകോട്ട് പോയിട്ടില്ലേ? അല്ല, ഞാൻ പറഞ്ഞു അങ്ങനെ എത്രയോ കേസുകളുണ്ട്. അവിടെയൊക്കെ ചോദ്യം ചോദിക്കുമ്പോഴല്ലേ സർക്കാരിന് പുറകോട്ട് പോകേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ. ഈ മന്ത്രിയെ കുറിച്ചാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വസ്തുതയല്ലേ? ഈ മന്ത്രിയുമായി ബന്ധപ്പെട്ട എത്ര കേസുകൾ സംസ്ഥാനത്തുണ്ട്? മന്ത്രിയുടെ സഹോദരി കുടുംബാംഗങ്ങൾ തന്നെ കൊടുത്തിട്ടില്ലേ? മന്ത്രി തന്നെ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിന്റെ മുഖത്താരോ അടിച്ചതുമായി ബന്ധപ്പെട്ട പിക്ചർ പുറത്തുവിട്ടിട്ടില്ലേ? മന്ത്രി തന്നെയല്ലേ പുറത്തുവിട്ടത്? എന്തായിരുന്നു സാഹചര്യം? മന്ത്രി ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഈ അടുത്ത സമയത്ത് മന്ത്രിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം ഞാൻ പുറത്തുവിട്ടിരുന്നല്ലോ. മന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ലല്ലോ. മന്ത്രിക്കോ മന്ത്രിയുടെ ഭാര്യയ്ക്കോ ഒരു ബന്ധവുമില്ലാത്ത ഒരു വ്യവസായി മരിച്ചപ്പോൾ ആ വ്യവസായി മന്ത്രിയുടെ ഭാര്യയുടെ സഹോദരിയാണെന്നും മന്ത്രി അദ്ദേഹത്തിന്റെ അളിയനാണെന്നും സഞ്ജയന കാർഡിൽ അടിച്ചു വെച്ച മഹാനല്ലേ ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിയല്ലേ കെ വി ഗണേഷ് കുമാർ? അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് അദ്ദേഹം ഇന്നുവരെ ഭക്ഷണം വേണ്ടിയിട്ടുണ്ടോ? അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെയാണ് കോടീശ്വരൻ അദ്ദേഹത്തിന്റെ അളിയനാകുന്നത്? എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കോടീശ്വരന്റെ സഹോദരിയാകുന്നത്? ഇതൊക്കെ ചോദ്യം ചോദിക്കുന്നേ. അത്തരത്തിൽ ഞങ്ങളുടെ കയ്യിൽ രേഖകൾ വന്നാൽ, ഞങ്ങളുടെ കയ്യിൽ ഇൻഫർമേഷൻസ് കിട്ടിയാൽ ഞങ്ങൾ ചോദിക്കും. അതിന് ഉത്തരം പറയേണ്ടത് ഉത്തരവാദിത്തമാണ് ജനാധിപത്യത്തിൽ പറയുന്നത്. ശരി, അടുക്കൽ ബൈജു നോയൽ, ഇപ്പോ ഷെറിൻ കാർണവർ വധക്കേസിലെ ഷെറിൻ 3 ജീവപര്യന്തം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. എണ്ണി പറഞ്ഞു നോക്കിയാൽ 19 വർഷക്കാലം ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ അടക്കം നേടിയ 10-25 വർഷം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ വാർദ്ധക്യ പ്രശ്നങ്ങളുള്ള, ആരോഗ്യ പ്രശ്നങ്ങളുള്ള നിരവധി തടവുകാർ നമ്മുടെ ജയിലുകളിലുണ്ട്. അതിൽ നേരത്തെ അരുൺകുമാർ പറഞ്ഞ 2 പ്രശ്നങ്ങൾ, ഒന്ന് കുട്ടികൾക്കെതിരായ കുറ്റകൃത്യം നടത്തിയവർ, റേപ്പ് കേസുകളിൽ ഉൾപ്പെട്ടവർ, സ്ത്രീകൾക്കെതിരായ കൊലപാതകം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയവർ. ഈ പറയുന്ന ആളുകളെ മാറ്റി നിർത്തിയാൽ പോലും 100 കണക്കിന് ആളുകളുണ്ട്. ഇവർക്കെല്ലാവർക്കും നാളെ കോടതിയെ സമീപിക്കാം. 14 വർഷം എന്ന് പറയുന്നത് കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് ഇന്ന അസ്കിതകളുണ്ട്, ഞങ്ങളെ പുറത്തുവിടണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ മുന്നിലേക്ക് പോകുമ്പോൾ ഈ കേസ് ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ ജീവപര്യന്തം എന്നാൽ ജീവപര്യന്തമാണ് എന്ന് കോടതികൾ പറഞ്ഞതിനപ്പുറത്തേക്ക് ജീവപര്യന്തം എന്നാൽ 14 വർഷമാണ്, ശേഷം കോടതിയെ സമീപിക്കാൻ കാശുണ്ടെങ്കിൽ പുറത്തേക്ക് വരാം. നമ്മുടെ ജയിലുകളിൽ നിന്ന് നിരവധി ആളുകൾ ശിക്ഷാ ഇളവ് നേടി പുറത്തിറങ്ങാറുണ്ട്. അതൊന്നും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറില്ല. ചില വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായി ഉണ്ട് മാധു. കാരണം ഇത്തരം സ്വാധീനമുള്ള ആളുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യത്തിന് വേണ്ടി കൊലപാതകങ്ങൾ നടത്തി ജയിലുകളിലാക്കപ്പെടുന്ന ആളുകൾ, ഇവരുടെയൊക്കെ ശിക്ഷാ ഇളവുകൾ വരുമ്പോൾ അതിൽ ഗവൺമെന്റ് എടുക്കുന്ന താല്പര്യങ്ങൾ പൊതുവെ സ്വജനപക്ഷപാതപരമാകുമ്പോഴാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ ജയിൽ ഉപദേശക സമിതി എന്ന്. ജയിൽ ഉപദേശക സമിതിയിൽപ്പെട്ട ആളുകൾ ഈ പറയുന്ന ചില കൊലപാതക കേസുകളുടെ പ്രതികളെ സ്വീകരിക്കാനും അവരെ അവിടെ കൊണ്ടുചെന്നാക്കാനും ചെല്ലുന്ന കാഴ്ചകളും നമ്മൾ കാണുന്നില്ലേ? അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഈ പറയുന്ന സ്വാധീനമുള്ള ആളുകൾ അല്ലെങ്കിൽ അവരവർക്ക് ഭരിക്കുന്ന പാർട്ടിക്ക് ആവശ്യമുള്ള ആളുകൾ അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള ആളുകളെ ഇത്തരം എല്ലാ ക്രൈറ്റീരിയകളുടെയും വയലേഷൻ നടത്തിക്കൊണ്ട് ഇത്തരം റിമിഷൻ നൽകുമ്പോഴാണ് നമുക്കിതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അത്തരം ജനാധിപത്യപരമായി നമുക്ക് നൽകപ്പെടുന്ന ഈ അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റ്, അപ്രോപ്രിയേറ്റ് ഗവൺമെന്റിന് നൽകുന്ന ഈ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആർബിട്രറിയായി ഏകപക്ഷീയമായി അത് നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ള സംശയം വരുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, വലിയ സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകിയല്ലോ നേരത്തെ അഡ്വക്കേറ്റ് അരുൺകുമാർ. ഈ സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകുമ്പോഴാണ് നമുക്ക് ഇത്തരം ന്യായീകരിക്കുമ്പോഴാണ്, വലിയ ന്യായീകരണങ്ങൾ ഗവൺമെന്റ് നടത്തുമ്പോഴാണ് ഇത്തരം കൊലപാതകങ്ങൾ നടത്തിയ ആളുകൾക്ക് വേണ്ടി സ്വാഭാവികമായിട്ടും പൊതുജനത്തിന്റെ സംശയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അല്ലെങ്കിൽ ക്യാബിനറ്റിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. സ്വാഭാവികമായും ആ റിപ്പോർട്ടുകൾ പഠിച്ച് എന്തുകൊണ്ടാണ് ജയിലുപദേശക സമിതി അങ്ങനെ ഒരു ശുപാർശ നൽകിയത്, എന്തുകൊണ്ടാണ് ക്യാബിനറ്റ് അംഗീകരിച്ചതെന്ന് സംശയലേശം എന്നെ വിശദീകരിക്കല്ലേ? അതൊരു ന്യായീകരണം എന്ന എനിക്ക് കാണേണ്ടതുണ്ടോ? ഞാൻ പറയട്ടെ, അതുകൊണ്ടാണല്ലോ ബൽക്കീസ് ബാനുവിന്റെ കേസിൽ നോക്കൂ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് എന്തുകൊണ്ടാണ് അത് സെറ്റ് അസൈഡ് ചെയ്യേണ്ടി വന്നത്? അതിനകത്ത് ഈ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചത് കൊണ്ടല്ലേ? ആ വിധിന്യായം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകുമല്ലോ അത്.
നേരത്തെ അരുൺകുമാർ ആ കേസിന്റെ മറ്റു കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചല്ലോ. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഈ റിവിഷൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും കൂടെ ആ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, വളരെ തിടുക്കത്തിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനത്തിനും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് സംശയമുണ്ടാകും. ആ സംശയമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ആ സംശയം ദൂരീകരിക്കപ്പെടണം എന്ന് മാത്രമല്ല, ഇതിനകത്ത് എന്തെങ്കിലും ഉപാധികൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഉണ്ടാവും. സെക്ഷൻ 433 പ്രകാരം ആ ഉപാധികൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഈ പ്രതിയെ നാളെ തിരിച്ച് നമുക്ക് ഈ പറയുന്ന ഇത് റദ്ദ് ചെയ്തുകൊണ്ട് ജയിലിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരേണ്ടുന്ന സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യും നമ്മൾ? അപ്പോഴാണ് നമ്മൾ ഈ ആളുകളുടെ സംശയം ഈ പ്രാഥമികമായ ഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന ദുരൂകരിച്ചുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ എന്ന് മാത്രമല്ല, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷത്തിന് ഇത്തരം കാര്യങ്ങൾ വലിയ റോളുണ്ട്. എല്ലാ ഈ പറയുന്ന റിവിഷനുകളും പരിശോധിക്കാൻ നേരത്തെ നമുക്ക് ഇത്തരം സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല. ഈ ഒരു ഷെറിന്റെ ഈ ഒരു കേസിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ജനാധിപത്യ മര്യാദയുടെ കൂടെ ഭാഗമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണറുടെ മുമ്പിൽ ഈ ഫയൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ പരിശോധിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ശ്രീ അരുൺകുമാർ, ഇപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിൽ ഉപദേശക സമിതി അതൊരു സാങ്കേതികമായ കാര്യങ്ങൾ പരിഗണിക്കേണ്ട സമിതി എന്ന നിലയ്ക്കു തന്നെ നമുക്ക് നോക്കാം. പക്ഷെ എന്തുകൊണ്ട് ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ പരിഗണിക്കേണ്ടത് ക്യാബിനറ്റ് ആകുന്നു? അത് ഈ സംസ്ഥാനത്തിന്റെ നല്ല രീതിക്കുള്ള മുന്നോട്ട് പോക്കിന് ജനാധിപത്യം വഴിവെക്കുന്ന നിലയ്ക്ക് നമ്മുടെ നേതാക്കന്മാർ പരിഗണിക്കേണ്ട ഒരു വിഷയം എന്ന നിലയ്ക്ക് അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ടല്ലേ? ഇപ്പോ മന്ത്രി സജി ചെറിയാൻ അവിടെയുണ്ട്. അദ്ദേഹത്തിന് വളരെ വ്യക്തിപരമായി അറിയാവുന്ന ഒരു കേസാണ്, അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള കേസാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കൂടി അവിടെയുള്ള അതാണ്. അപ്പോൾ കാരണവർ വധക്കേസ് എന്ന് പറയുന്നത് കേരളം എത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട ബ്രൂട്ടലായ ഒരു ക്രൈമാണ് എന്നത് അറിയാവുന്നതാണ്. ഇപ്പോൾ നാളെ ഒരു മാസം മുൻപ് ഈ നാട്ടിലേക്ക് വന്ന ഗവർണറുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ പോലും അത്രത്തോളം തീവ്രമാകില്ല. അപ്പോൾ ക്യാബിനറ്റിലെ മന്ത്രിമാർക്ക്, ഇവിടെ രാഷ്ട്രീയം ശീലിച്ചിട്ടുള്ളവർക്ക്, പൊതുപ്രവർത്തകർക്കൊക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ഒരു ക്രൈമാണ്. അവിടെ പക്ഷേ ആ പരിഗണന എങ്ങനെയാണ് പെട്ടെന്ന് കിട്ടുന്നത്? ഇവിടെ അതിലേക്ക് ഞാൻ വരാം, എനിക്ക് സമയം തരണം. ഇവിടെ ആദ്യം വീണ്ടും അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബൈജു ആവർത്തിക്കുകയാണ്, ധൃതി പിടിച്ച്. മാധുവിന് കാര്യം മനസ്സിലായി. കാരണം 2 തവണ ഞാൻ അത് പറയാൻ വന്നപ്പോഴേക്കും മാധു അതിൽ നിന്ന് തെന്നി മാറ്റിച്ചു. പിന്നെ മാധു തന്നെ അത് പറഞ്ഞു. 8/8/2024 ഈ ശുപാർശ ജയിൽ ഉപദേശക സമിതി പരിഗണിച്ചത്. അതിനുശേഷം മന്ത്രിസഭാ യോഗത്തിൽ ഈ തീരുമാനം വരുന്നത് 5.5 മാസങ്ങൾക്ക് ശേഷമാണ്. ഒരാൾ ജയിലിൽ കിടക്കുന്ന ഒരാളുടെ കേസ് 5.5 മാസം കഴിഞ്ഞ് മന്ത്രിസഭ പരിഗണിച്ചാൽ, അവർക്ക് കിട്ടിയ ശുപാർശ പരിഗണിച്ചാൽ അത് ധൃതി പിടിച്ചു. ഇപ്പൊ ബ്രൂബറിയുടെ കാര്യം പലതവണ പറഞ്ഞല്ലോ. ആദ്യം ടെൻഡർ പറഞ്ഞു, മദ്യനയത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞില്ലെന്ന് പറഞ്ഞു, വെള്ളം ഊറ്റുന്നു എന്ന് പറഞ്ഞു. എല്ലാ വാദങ്ങളും പൊളിഞ്ഞതുപോലെ ഈ വാദവും പൊളിഞ്ഞ് പാളീസാവുകയല്ലേ? ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെയും നിയമവിരുദ്ധമായി സംരക്ഷിക്കേണ്ടതില്ല. 8/8/2024 ഈ തീരുമാനം എടുക്കുന്നതിന് 18 ദിവസം മുമ്പ് അതേ വിയ്യൂർ വിമൻ പ്രസന്റ് കറക്ഷൻ ഹോമിലെ ഉപദേശക സമിതിയുടെ ശുപാർശ പ്രകാരം ഡെയ്സി എന്ന കുറ്റവാളികൾക്ക് വിടുതൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മണികണ്ഠൻ, ദിലീപ്, ഇബ്രാഹിം, വിജയൻ, അപ്പുക്കുട്ടൻ എന്നിവരെ സ്ത്രീകളെ കൊലപ്പെടുത്തി എന്നതുകൊണ്ട് തന്നെ അവർ 20 വർഷത്തിലധികമായിട്ട് അപേക്ഷ നിരസിച്ചിട്ടുണ്ട്. ഇതെല്ലാം പ്രോസസ്സിംഗ് കൃത്യമായി നിയമപരമായിട്ടാണ് നടക്കുന്നത്. ഒരേ പ്രതിക്കൂട്ടിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങിപ്പോയവരുണ്ടല്ലോ. യെസ്, അതാണ് ഗൗരവമായിട്ടുള്ള ചോദ്യമാണ്. ആ ഉത്തരം പറയാൻ അനുവദിക്കണം. ഒരിക്കലും ഒരു കേസിലെ പ്രതികൾക്ക് അല്ലെങ്കിൽ നിരവധി പ്രതികൾക്ക് റിമിഷന്റെ ആപ്ലിക്കേഷൻ പരിഗണിക്കാൻ പാടില്ല. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഓരോ കേസും ഇൻഡിവിജ്വലായിട്ട് പരിഗണിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ ബിൽക്കീസ് ബാനു കേസിലെ 5 മാനദണ്ഡങ്ങൾ ഓരോരുത്തരുടെ പേരിലും പരിശോധിക്കണം. ഇതിനു മുമ്പ് കേസിൽ പ്രതിയായിട്ടുണ്ടോ? ജയിലിൽ കിടക്കുമ്പോൾ കേസിൽ പ്രതിയായിട്ടുണ്ടോ? നല്ല സ്വഭാവമാണോ? പ്രൊബേഷൻ പീരീഡ് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടോ? ജയിലിൽ കൃത്യമായി ജോലി ചെയ്തിട്ടുണ്ടോ? ഓരോ തൊഴിൽ പഠിച്ചിട്ടുണ്ടോ? ഇവർ പുറത്തിറങ്ങിയാൽ ആരാണ് ഇവരെ സംരക്ഷിക്കുന്നത്? ഇവരാൽ സംരക്ഷിക്കപ്പെടേണ്ടവരുണ്ടോ? മക്കൾ ഇവരാൽ സംരക്ഷിക്കപ്പെടേണ്ടവരാണോ? അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കണം. അങ്ങനെ ഇതേ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഇവരുടെ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കാൻ പറ്റുമോ? ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി പുറത്തേക്ക് വരുമ്പോൾ നാളെ ഈ പറയുന്ന ആളുകൾ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി പുറത്തേക്ക് വന്നിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ശിക്ഷ ഇളവ് വേണമെന്ന് പറഞ്ഞ് കോടതിയിലേക്ക് വരില്ലേ? ഇല്ല, കാരണം അത് ഓരോരുത്തർക്കും ഈ പറഞ്ഞ 4 റിപ്പോർട്ട് ഞാൻ പറയട്ടെ, താങ്കൾ കേൾക്കൂ. ഓരോരുത്തരുടെ കേസ് പരിഗണിക്കുമ്പോഴും
പോലീസ് റിപ്പോർട്ടും ജയിൽ വെൽഫെയർ ഓഫീസറുടെ പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ടും ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടും നിയമവകുപ്പിന്റെ റിപ്പോർട്ടും ഇതെല്ലാം ഓരോരുത്തരുടെ കേസിൽ വേണം. ഒരു കേസിൽ മൊത്തം ഒറ്റ റിപ്പോർട്ടല്ല, ഓരോ വ്യക്തികളുടെ കാര്യത്തിലാണ്. ഒരു കാര്യം കൂടെ പറയാം. 14 വർഷത്തിനും 20 വർഷത്തിനും ഇടയിൽ ശിക്ഷിക്കപ്പെട്ട 260 പേർ ഈ കേരളത്തിലെ ജയിലുകളിലുണ്ട്. അതുപോലെ 20 വർഷത്തിന് മുകളിലുള്ള 117 പേരുണ്ട്. ഇവരെല്ലാം ജയിൽ ഉപദേശക സമിതിക്ക് അവരുടെ റെക്കമെൻഡേഷൻ കൊടുക്കും. പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോഴും ഈ 4 റിപ്പോർട്ടുകൾ ഉണ്ടോ എന്നതാണ് ഏറ്റവും ആദ്യം പരിശോധിക്കുക. ആ 4 റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ശുപാർശ ചെയ്യും. ശുപാർശ ചെയ്താലും മന്ത്രിസഭ നോക്കുക സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള കുറ്റകൃത്യമാണോ, ബലാത്സംഗ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, പോസ്കോ കേസാണോ? അല്ല, ഈ പറയുന്ന നല്ല ബുക്കിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല എങ്കിലും സ്വന്തം കേസിൽ അതായത് അവനവൻ ഉൾപ്പെട്ട കേസിലെ പ്രധാനപ്പെട്ട പ്രതി നിയമത്തിന്റെ വഴിയിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്ന അറിവ് കിട്ടുമ്പോൾ മറ്റു പ്രതികൾ കോടതിയുടെ മുന്നിലേക്ക് വരില്ലേ? കോടതിയുടെ മുന്നിലേക്ക് പോകാമല്ലോ അവർക്ക് ശിക്ഷ ഇളവ് തേടി. അപ്പൊ അതിനുള്ള വഴി ഒരുക്കി കൊടുക്കുകയല്ലേ ഈ സംവിധാനം? ഇല്ല ഇല്ല, അത് തെറ്റാണ്. ഒറ്റ കാര്യം, കോടതിക്ക് ഇതിലൊരു റോളും ഇല്ല. റിമിഷന്റെ ഫുൾ അതോറിറ്റി ജയിൽ ഉപദേശക സമിതിക്കാണ് ആദ്യഘട്ടം. 2ാം ഘട്ടം മന്ത്രിസഭയ്ക്കാണ്. 3ാം ഘട്ടം ഗവർണർക്കാണ്. 4ാം ഘട്ടമാണ് കോടതിയുടെ മുന്നിലേക്ക് വരിക. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഇന്നയാൾക്ക് കൊടുത്തു അതുകൊണ്ട് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ ഇക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ഫണ്ടമെന്റൽ റൈറ്റ് ഇതിന് ബാധകമല്ല. സുപ്രീം കോടതി പല കേസുകളിൽ പറഞ്ഞിട്ടുണ്ട് റിമിഷന്റെ കാര്യത്തിൽ ഫണ്ടമെന്റൽ റൈറ്റ് ഇല്ല, ഇക്വാലിറ്റി ഇല്ല. ഓരോ കേസും ഇൻഡിവിജ്വൽ ആയിട്ട് പരിഗണിക്കും. ഇപ്പൊ ജാമ്യം കൊടുക്കുമ്പോൾ നമ്പർ ഓഫ് ഡെഡ് ബോഡി ഈസ് നോട്ട് എ ക്രൈറ്റീരിയ. ഒരാൾ മരിച്ചാലും 5 പേർ മരിച്ചാലും 10 പേർ മരിച്ചാലും ആ കേസിന്റെ മൗലിക അവകാശമല്ല എന്ന് പറയുമ്പോൾ മനുഷ്യന് ഒരേ രീതിയിൽ പരിഗണിക്കപ്പെടുക എന്ന് പറയുന്നത്, നിയമത്തിന് മുന്നിൽ ഒരേ രീതിയിൽ പരിഗണിക്കപ്പെടുക എന്ന് പറയുന്നത് അവനവന്റെ മൗലിക അവകാശമാണ്. അതിൽ സ്റ്റേറ്റ് ഇടപെടരുത് എന്ന് കൂടി കോടതികൾ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അത് ഓരോരുത്തരുടെ മൗലിക അവകാശം എന്ന് പറഞ്ഞാലും ഇവിടെ ഓരോ കേസ് ഞാൻ പറഞ്ഞല്ലോ 5 മാനദണ്ഡം. ആ മാനദണ്ഡ പ്രകാരം കൃത്യമായി ഇൻഡിവിജ്വൽ ആയിട്ട് പരിശോധിക്കണമെന്ന് നിരവധി സുപ്രീം കോടതി വിധി. ഏറ്റവും അവസാനം ബിൽക്കീസ് ബാനുവിന്റെ കേസ് കേരളത്തിന്റെ ഹൈക്കോടതി തന്നെ നിരവധി ആളുകൾക്ക് ഒരുമിച്ച് റിവിഷൻ കൊടുത്തപ്പോ ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് പ്രത്യേക ഞാൻ പറഞ്ഞല്ലോ നിരവധി അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് പുറത്തേക്ക് വിടണം എന്ന ആവശ്യമല്ല ഞാൻ ഉന്നയിക്കുന്നത്. ഇവർക്ക് വീണ്ടും നിയമ സംവിധാനത്തെ സമീപിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ലേ? നേരത്തെ ഞാൻ അഡ്വക്കേറ്റ് ബൈജു നോയലിനോട് ചോദിച്ചു, 14 വർഷം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന അങ്ങ് നേരത്തെ പാടില്ല എന്ന് പറഞ്ഞ ക്രൈറ്റീരിയകൾക്ക് അപ്പുറത്തുള്ള ആളുകൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു കേസ് ഉണ്ടാവുകയാണ്. 14 വർഷമാണ് ജീവപര്യന്തം എന്ന നിലയ്ക്ക് കീഴ്വഴക്കമുണ്ടാക്കാൻ. ഇല്ല, അത് തെറ്റാണ്. അങ്ങ് ചോദിച്ച ചോദ്യത്തിൽ ഞാൻ തന്നെ ക്ലാരിറ്റി പറയാം. അതായത് ഈ മറ്റൊരാൾക്ക് കൊടുത്തു എനിക്ക് കിട്ടണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, അത് കിട്ടില്ല. ഫണ്ടമെന്റൽ റൈറ്റും റിമിഷന്റെ കാര്യത്തിലില്ല. പിന്നെ എന്താണുള്ളത്? അവർക്ക് ഞാൻ 14 വർഷം കഴിഞ്ഞു, എന്റെ അപേക്ഷ പരിഗണിക്കണം എന്ന് പറഞ്ഞ് ജയിൽ ഉപദേശക സമിതിക്ക് അപേക്ഷ കൊടുക്കാം. അങ്ങനെ അപേക്ഷ കൊടുക്കുമ്പോൾ 1 പോലീസ് റിപ്പോർട്ട് വേണം, 2 പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ട് വേണം, 3 ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് വേണം. ഇത് അവതരിപ്പിക്കുന്നത് തന്നെ ജയിൽ സൂപ്രണ്ടാണ്. ഇവിടെ അഡ്വക്കേറ്റ് ബൈജു പറഞ്ഞല്ലോ രാഷ്ട്രീയ സ്വാധീനം. ജയിൽ സൂപ്രണ്ടിനാണ് എനിക്കിത് ഇന്ന തരത്തിൽ അപേക്ഷ കിട്ടിയിട്ടുണ്ട്, ഇന്ന ആളുകൾ ഇത്ര വർഷമായി, അത് പരിഗണിക്കാൻ ഇന്ന റിപ്പോർട്ടുണ്ട്, അതിനുശേഷമാണ് ശുപാർശ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ആർക്കെങ്കിലും റിമിഷൻ കൊടുത്താൽ അതേ മാനദണ്ഡം എനിക്ക് വേണം എന്ന് പറഞ്ഞ് ആർക്കും കോടതി പോയിട്ട് കാര്യമില്ല. ജയിൽ ഉപദേശക സമിതിക്ക് എങ്ങനെ പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ച് പല സമയത്ത് പല രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയാണല്ലോ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സർട്ടിഫിക്കറ്റോട് കൂടിയോ അല്ലാതെയോ അത് ക്യാബിനറ്റിന് ശുപാർശ ചെയ്യാം. ഇതൊക്കെ ഒരു വിവേചനാധികാരത്തിന്റെ പേരിൽ നൽകേണ്ടതാണോ? അതോ നിയമത്തിൽ ഇതിന് വ്യവസ്ഥയില്ലേ? ഇത്രയും കൃത്യം ചെയ്ത ആളുകൾക്ക് സുഖമായി പുറത്തു വരാനുള്ള സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ടോ? അതും ആനുകാലികമായി ഇത്രയധികം ക്രിമിനൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇവിടെയുള്ളതൊന്നും പോരാ, ഇനിയും ജയിലിൽ നിന്ന് ആളുകൾ വരട്ടെ, അവർക്കൊക്കെ പശ്ചാത്താപമുണ്ടായി എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ക്രിമിനലുകൾ സമൂഹത്തിലേക്ക് വരണോ എന്നുള്ളതൊക്കെ നമ്മൾ കൂടി ആലോചിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അഡ്വക്കേറ്റ് അരുൺകുമാർ. ശ്രീ അനിൽ, ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വയോധികനായ ഒരു മനുഷ്യനാണ് അല്ലെ? ഒരു സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മൾ പരിഗണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് ദീർഘകാലം നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം തിരികെ വരുന്ന ഒരാൾ, അവനവന്റെ വീട്ട് എന്ന് പറയുന്നത് ഏറ്റവും സുരക്ഷിതത്വ ബോധമുള്ള ഇടമാണ്. അവിടെ ആ വീടിനുള്ളിലേക്ക് വാടക കൊലയാളികൾക്ക് വഴിയൊരുക്കുന്നത് സ്വന്തം വീട്ടിലുള്ള ആളാണ് എന്ന് പറയുമ്പോൾ ആ അവിശ്വാസത്തിന്റെ ഘടകം എത്രത്തോളമാണ് എന്നുള്ളതൊക്കെയാണ് നമ്മളെ അന്നും ഇന്നും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 14 വർഷം കടന്നുപോയെങ്കിലും കാരണവർ കേസ് എന്ന് പറയുന്നത്
ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. അത്ര മേൽ നമ്മളെ ഞെട്ടിച്ച ഒരു കേസാണ്. അപ്പോൾ അവിടെ വയോധികനായ ഒരു മനുഷ്യൻ, നല്ല ആരോഗ്യമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ചതിക്ക് കീഴ്പ്പെട്ട് ക്രൂരമായി കൊലപാതകത്തിന് ഇരയായി പോയി എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ കൃത്യം നിർവഹിച്ച ഒരാൾക്ക് ഒരു ക്രിമിനൽ ബുദ്ധിയും ഇനിമേൽ വെച്ച് പുലർത്താൻ കഴിയില്ല എന്ന് വിചാരിക്കേണ്ടതുണ്ടോ? അല്ല, ഇത്രയും ഒരു കുറ്റകൃത്യം ചെയ്തവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇനി ഉണ്ടായിക്കൂടുന്നില്ല. കാരണം അത് അവർ മനസ്സിൽ നിന്ന് മാറത്തില്ല, അത് അലിഞ്ഞു ചേർന്നോ. അതിനകത്തിപ്പം മാനസാന്തരപ്പെട്ടോ അല്ലെങ്കിൽ ഞാൻ കുമ്പസരിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അത് ചെയ്ത കുറ്റം അതിനകത്ത് അലിഞ്ഞു കിടക്കും. അത് നാളെ ഇനിയും പുറത്തിറങ്ങിയാലും അത് തന്നെ ഉള്ളിൽ കിടക്കുമെന്നാണ് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതേപോലൊരു കുറ്റമാണ് ചെയ്തത്. ചെറിയ ഒരാളെ പിടിച്ച് തള്ളിയിടുവാണെങ്കിൽ അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയി ഞാൻ തള്ളിയിട്ടതാണ്. ഇതല്ല, ഇത് പച്ചയ്ക്കൊരു മനുഷ്യനെ കൊല്ലുകയാണ്. ചില തെറ്റുകുറ്റങ്ങൾ വരാം, അത് സത്യമാണ്, സ്വാഭാവികം. കാരണം നമ്മളങ്ങോട്ട് ഒരാൾ പോകുന്നു, അല്ലെങ്കിൽ പെരയുടെ ഷെയ്ഡേയും തള്ളിയിടുന്നു, അല്ലെങ്കിൽ കട്ടയെന്ന് പിടിച്ച് താഴെ ഇടുന്നു, അല്ലെങ്കിൽ ചെറിയൊരു മുറിവുണ്ടാകുന്നു, തലയ്ക്കൊരു മുറിവുണ്ടാകുന്നു, ആശുപത്രിയിൽ കൊണ്ടുവന്ന് തുന്നിക്കെട്ടുന്നു, അതൊന്നും അല്ലി നടന്നു. അപ്പം ഇതൊരു ക്രിമിനൽ പശ്ചാത്തലം തന്നെയായിരുന്നു. അത് ഒരിക്കലും ആളുടെ മനസ്സിൽ നിന്ന് മാറത്തില്ല. എത്ര നല്ല ശ്രമിച്ചാലും ഉള്ളിൽ അത് കിടക്കും, മരണം വരെ അത് കിടക്കും. ഞാൻ എൻ്റെ അമ്മായിയച്ഛനെ കൊന്നു, ഞാൻ എൻ്റെ കൂട്ടാളികളെ പങ്കെടുപ്പിച്ച് കൊന്നു എന്ന് മരിക്കുന്ന നേരം വരെ, ഒരു തുള്ളി ശ്വാസം പോകുന്നവരെ ഷെറിൻ്റെ മനസ്സിൽ നിന്ന് അത് ആയത്തില്ല. വാടക കൊലയാളിക്ക് അതൊരു പ്രശ്നമല്ല, അവർക്ക് ഇന്ന് ഇത് കഴിഞ്ഞു അല്ലെങ്കിൽ നാളെ പോയി, അവർക്ക് അവരുടെ കാര്യം. പക്ഷേ ആ മരുമകൾ മരിക്കുന്ന നേരം വരെ, ഭാസ്കരക്കാരനവരെ ഒരു നേരമെങ്കിലും ചെയ്ത പ്രവൃത്തിയുടെ അത് ഓർത്തോർത്തേ മരിക്കത്തു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നേരത്തെ അഡ്വക്കേറ്റ് അരുൺകുമാർ ചോദിക്കുകയാണ്, എത്ര ആളുകളെ എണ്ണി പേരെടുത്ത് പറയുന്നുണ്ടായിരുന്നു, വിയ്യൂർ ജയിലിൽ നിന്ന് പുറത്തു വന്ന ആളുകളെ, കണ്ണൂർ ജയിലിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന ആളുകളെ, അങ്ങനെ നിരന്തരം നമ്മുടെ ജയിലിൽ നിന്ന് നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ എല്ലാ നിയമ കാര്യങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് പുറത്തു വരുന്ന ആളുകൾ നിരവധിയാണ്. ഷെറിൻ പുറത്തു വരുമ്പോഴുണ്ടാകുന്ന മാധ്യമ ശ്രദ്ധ, ഷെറിൻ പുറത്തു വരുമ്പോഴുണ്ടാകുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ എന്ന് പറയുന്നത് നിരന്തരമായി ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് മാത്രമാണ് സർക്കാർ അല്ലെങ്കിൽ സർക്കാർ നയിക്കുന്ന പാർട്ടി നിലവിൽ കാണുന്നത്. അതിനപ്പുറത്ത് കെ ബി ഗണേഷ് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് പാർട്ടി മറുപടി പറയാൻ തയ്യാറുമല്ല. നമുക്ക് ഏതായാലും ഒരു നല്ല കാര്യമുണ്ട്. സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിൽ പോലും പിന്നെ കെ ബി ഗണേഷ് കുമാറിനെ യോജിച്ചുകൊണ്ട് കെ ബി ഗണേഷ് കുമാറിന് അനുകൂലമായ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഈ കാതലായ വിഷയത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ്? ഇവിടെ കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി ഉണ്ടാകട്ടെ, ട്രാൻസ്പെറൻ്റ് ആകട്ടെ, ഈ സിസ്റ്റം ട്രാൻസ്പെറൻ്റ് ആകട്ടെ. ഒരു കാര്യം ചെയ്യട്ടെ, സർക്കാർ ഇത് പ്രസിദ്ധപ്പെടുത്തട്ടെ. എത്ര പേർ ജയിലിലുണ്ട്, ഇവരുടെ ശിക്ഷാ കാലയളവ് എന്ന് മുതൽ എന്നുവരെയാണ്, അതിനകത്ത് എത്ര പേരുടെ അവരുടെ പിന്നെ റെമിഷൻ പെറ്റീഷൻ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ, കിട്ടിയെങ്കിൽ ജയിൽ അഡ്വൈസറി ബോർഡ് എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് പ്രസിദ്ധപ്പെടുത്തട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ കിടക്കുന്നവരെ സംബന്ധിച്ച് ജയിൽ അഡ്വൈസറി റിപ്പോർട്ട് കൊടുത്തതിൻ്റെ ബേസിസിൽ നടപടി എടുക്കാത്തവരെ സംബന്ധിച്ച് ഒരു ബ്ലൂ പ്രിൻ്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ ഡീറ്റെയിൽസ് പുറത്തുവിടട്ടെ, സർക്കാർ പുറത്തുവിടട്ടെ, നമുക്ക് ബോധ്യപ്പെടും ഓരോരോ കാര്യങ്ങളും. അപ്പോൾ സർക്കാർ നിവേദനത്തിൽ പറയുന്നത് 500 ദിവസത്തിലധികം അനധികൃതമായി പരോൾ നേടിയിട്ടുണ്ട് ഷെറിൻ എന്നുള്ളതാണ്. നേരത്തെ ശ്രീ അരുൺകുമാർ എണ്ണി പറയുന്നുണ്ടായിരുന്നു, അവർ ജയിൽവാസം അനുഭവിച്ച കാലം വെച്ച് നോക്കുകയാണെങ്കിൽ 700 ദിവസത്തിന് മുകളിൽ പരോളിന് അവർക്ക് അവകാശമുണ്ട്. അതിൽ 500 ദിവസം മാത്രമേ അവർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അനധികൃതമായ പരോൾ കിട്ടിയെന്നടക്കമുള്ള ആരോപണം ഉന്നയിക്കുന്നത് വസ്തുതാവിരുദ്ധമല്ലേ എന്ന്? അതൊക്കെ അടിസ്ഥാനപരമായി തെറ്റാണ്. അവർ ഭൂരിപക്ഷ സമയവും പുറത്തു തന്നെയാണ്. അവരെ സംബന്ധിച്ച് എത്ര തവണ നിയമപരമായി പരോൾ ലഭിച്ചിട്ടുണ്ട്, എത്ര തവണ എമർജൻസി പരോൾ ലഭിച്ചിട്ടുണ്ട്, അത് എത്ര ദിവസമുണ്ട്, സർക്കാർ പ്രസിദ്ധപ്പെടുത്തണമെന്നേ, സർക്കാർ പറയട്ടെ. എന്തേ ഔദ്യോഗികമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടായിട്ട് ഇതിന്മേലൊരു തീരുമാനം അല്ലെങ്കിൽ ഇതിന്മേലൊരു വിശദീകരണം വരുന്നില്ല? വരണ്ടേ? പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഒരു കൊലയാളി, ഞാനിപ്പോൾ പറഞ്ഞെന്താ, ഗണേഷ് കുമാറിന്റെ ഓഫീസുമായി ഈ സ്ത്രീക്കുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഒരു മന്ത്രിയും ഈ രാജ്യത്ത് പരമോന്നത കോടതി പോലും ശിക്ഷിച്ച ഒരു കൊലയാളിയും തമ്മിൽ എന്ത് ബന്ധമാണ് ഞങ്ങൾക്കറിയണ്ടേ? പൊതുസമൂഹത്തിന് അറിയണ്ടേ? അത് പറയണ്ടേ? അത് പറയാനുള്ള ബാധ്യത സർക്കാരിനില്ലേ? അവിടെയാണ് പ്രശ്നം. അതിനെക്കുറിച്ച് പറയുന്നേ, മന്ത്രി എന്താ വാതുറക്കാത്തത്? അവിടെയാണ് പ്രശ്നം. ഈ സ്വാധീനമുള്ളവർക്ക് 14 വർഷം കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ നിങ്ങളുടെ ജീവപര്യന്തമാണെങ്കിൽ നിങ്ങളെ വിടും എന്നാണ് സർക്കാരിൻ്റെ നയമെങ്കിൽ അത് പറയും. അതല്ല, 25 സ്വാധീനമില്ലാത്തവർക്ക് 25 വർഷം കഴിഞ്ഞാലും വിടില്ല എന്നാണെങ്കിൽ അത് പറയും. ഇതിനകത്തൊരു വ്യവസ്ഥ ഉണ്ടാകണ്ടേ? അപ്പോൾ അവിടെയാണ് പ്രശ്നം.
ഇതിനെ സംബന്ധിച്ച് കൃത്യത ഉണ്ടാകണം, സുതാര്യത ഉണ്ടാകണം. ഈ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നോക്കൂ, താങ്കൾ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരെ ജയിൽ മാറ്റവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെ സംബന്ധിച്ച്. ആ വിവാദങ്ങളൊന്നും വിവാദങ്ങളെ ആയിരുന്നില്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് CPM-ന്റെ പ്രതിനിധി തന്നെ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി അഥവാ കോംപ്രമൈസ് ചെയ്തെന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ. അത് എങ്ങനെ തീർത്തു, ആര് തീർത്തു, എപ്പോഴാണ് സംഭവിച്ചത്? അപ്പോൾ അത്തരം ഒരുപാട് ദുരൂഹതകൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. ഇതിനകത്ത് സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിരവധി ആളുകൾ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 25 വർഷം കഴിഞ്ഞവരും പ്രായമായവരും പ്രായാധിക്യമുള്ളവരും രോഗികളുമായിട്ടുള്ളവരെ പോലും റെമിഷന് വേണ്ടി അഡ്വൈസറി കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തതിനു ശേഷം പോലും അത് നടക്കാത്തത്. ശരി, അടുക്കൽ അരുൺകുമാർ, 2 മിനിറ്റാണ് എന്റെ കയ്യിലുള്ളത്. ക്യാബിനറ്റ് എടുത്തൊരു തീരുമാനത്തിനെതിരെ സ്വാഭാവികമായ ഒരു അവിശ്വാസം ഉണ്ടാവുക അല്ലെങ്കിൽ ആരോപണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന് കൃത്യത വരുത്താൻ, അത് സുതാര്യമാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം സർക്കാരിൽ നിക്ഷിപ്തമാണ് എന്നാണ് ജനാധിപത്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുക. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഉടനടി ഉണ്ടാകുമോ അതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം? ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധത ചൂണ്ടിക്കാണിച്ചിട്ടില്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചൂണ്ടിക്കാണിച്ചിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റ് ധൃതി പിടിച്ച് തീരുമാനമെടുത്തു എന്നും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ആകാശത്തേക്ക് ഉണ്ടയില്ല വെടിവെക്കുന്നത് പോലെ നിരവധി ആരോപണങ്ങൾ നിരവധി തവണ പണ്ട് ഉന്നയിച്ചതുപോലെ തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉന്നയിക്കുന്നതിന്റെ ഒന്നും മെറിറ്റ് അദ്ദേഹം പറയുന്നില്ല. മറുപടി വന്നോട്ടെ എന്നതാണ്. ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കാൻ അതിന്റെ പുറകെ പോകാൻ ഞങ്ങൾക്ക് സമയമില്ല. വ്യക്തിതാല്പര്യമുണ്ട്, മന്ത്രിസഭയിലെ ഉന്നതന് അതിൽ വ്യക്തിതാല്പര്യമുണ്ട് എന്ന ആരോപണം ഉണ്ടാവുകയാണ്, മറുപടി പറയണ്ടേ? അല്ല, അതൊക്കെ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ. മന്ത്രിസഭയുടെ മുന്നിൽ ജയിൽ ഉപദേശക സമിതിയുടെ ഒരു തീരുമാനം വരുന്നു, 5.5 മാസങ്ങൾക്ക് ശേഷം അത് പരിഗണിക്കുന്നു. അതേപോലെ അതിന് മുൻപും പിൻപും മന്ത്രിസഭ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. ചില ആളുകളുടെ അനുവദിക്കുന്നു. നിരസിക്കുന്നത് കൃത്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമം, ബലാത്സംഗം, പോസ്കോ കൃത്യമായിട്ടുള്ള നിയമപരമായി എടുത്ത പോളിസി ഡിസിഷന്റെ ഭാഗമായി ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതിൽ ഏതെങ്കിലും വിവേചനം ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കട്ടെ, തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കട്ടെ, നിയമവിരുദ്ധതയുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കട്ടെ. അതെ, ഞാൻ ചോദിക്കുന്നത് ആരോപണമാണ് എങ്കിൽ പോലും അത് വ്യാജ ആരോപണമാണ് എന്ന് വ്യക്തത വരുത്തുന്നതിൽ പിഴവുണ്ടോ? അല്ല, നിങ്ങളിപ്പോ CPM-ന്റെ പ്രതിനിധിയെയല്ലേ വിളിച്ചിരിക്കുന്നത്? CPM-ന്റെ പ്രതിനിധിയെ വിളിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാനല്ലേ? ഇത് മുഴുവൻ വ്യാജ ആരോപണമാണെന്നും മെറിറ്റിന്റെ ഒരു കണിക പോലും ഇല്ലെന്നും ഒരു കഴമ്പുമില്ലെന്നും ഇത് സ്ഥിരമായി ചില ആളുകൾ ചില ആൾക്കെതിരെ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണം മാത്രമാണെന്നും ബലൂൺ പൊട്ടുന്നത് പോലെ കുമിള പൊട്ടുന്നത് പോലെ ഇത് പൊട്ടിപ്പോകുമെന്നും അസന്നിഗ്ധമായി ആധികാരികമായിട്ട് ഞാൻ പറയുന്നു. ഏതെങ്കിലും ഒരു കണിക കാണിക്കണ്ടേ, ഒരു പോയിന്റ് കാണിക്കണ്ടേ? ഞാൻ പറയുന്ന ആരോപണം ഇന്നതാണ്, ഇന്ന രേഖ കാണിക്കണ്ടേ? ആ ശങ്കരാടിയുടെ രേഖയെങ്കിലും ഒന്നും എടുത്ത് കാണിക്കണ്ടേ? ഒരു രേഖയില്ലല്ലോ, കുറെ നാളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞു, കെ.ബി. ഗണേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെ വ്യക്തിപരമായ ആരോപണം അടക്കം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം നല്ല വ്യക്തതയോടെ കൃത്യമായിട്ടുള്ള പോയിന്റ് ആണ് ചൂണ്ടിക്കാണിച്ചത്. ഇതിനൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. ഓരോ തീരുമാനം എടുത്ത ദിവസം ടൈം എല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സർക്കാരിനെ ദുഷിക്കുന്നെങ്കിൽ എന്റെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ താങ്കൾ ഒരു കേസ് എടുക്കുക. താങ്കൾ സർക്കാരിനോട് പറയാൻ പിടിച്ച് ജയിലിടാൻ. ഇല്ല, ഒന്നുമില്ല. ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഏത് ചോദ്യത്തിനാണ് അങ്ങക്ക് ക്ലാരിറ്റി വേണ്ടത്, ക്ലാരിഫിക്കേഷൻ വേണ്ടത്? അങ്ങ് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. പോയിരിക്കുകയാണ്. ക്യാബിനറ്റിലടക്കം സ്വാധീനം ചെലുത്തിക്കൊണ്ടാണ് കാർന്നവർ വധക്കേസിലെ പ്രതി പുറത്തേക്ക് വരുന്നത് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. നിരന്തര ആരോപണങ്ങളുടെ തുടർച്ചയായതിനാൽ മറുപടി പറയേണ്ടതില്ല എന്ന നിലപാടാണ് സർക്കാരിന് എന്നുള്ളതാണ് ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്ക്.